ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുവാൻ, യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ. ഒരു വശത്ത് തിരുവചനം പറഞ്ഞു, പരിഹാസികളായി ഒരു കൂട്ടം ആളുകൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ ഇരുന്നതുപോലെ തന്നെ സകലതും ഇരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസത്തോടെ വരുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും എന്നറിയുക. പക്ഷേ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും കർത്താവിൻ്റെ വാക്കിനാൽ ഉളവായി ഒരിക്കലത് വെള്ളത്തിൽ മുങ്ങി നശിച്ചു. ഇനിയും കർത്താവിൻ്റെ വചനത്താൽ അതൊന്നുകൂടെ നശിക്കേണ്ടതുണ്ട് എന്നിത്യാദികൾ തിരുവചനം പറയുന്നു. നമ്മുടെ കർത്താവായ യേശു മേഘരൂഢനായി വേഗത്തിൽ വരും. താൻ രക്തം തളിച്ച ഉടുപ്പുള്ളവനായി വെള്ളക്കുതിരയുടെ പുറത്ത് തൻ്റെ വിശുദ്ധ സഭയോട് ചേർന്ന് ഇറങ്ങി വരും എന്ന തിരുവചന ചിത്രം ഒന്ന് പിക്ചോറിയലായി ഓർമ്മിപ്പിക്കുവാൻ ഇതിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക ചില ആഹ്വാനങ്ങളുണ്ട്, അതും കൂടെ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. ലോകവ്യാപകമായി ഇന്ന് ഇസ്രയേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കാര്യം ഇസ്രയേലുമായി ഏറ്റവും ബന്ധപ്പെട്ട ദിവസമാണ്. ചിലരറിയാത്തവരുണ്ടായിരിക്കാം, അതുകൊണ്ടത് ഓർപ്പിക്കുന്നു. ലോകം മുഴുവനായി ആഗോളവ്യാപകമായ ദൈവസഭ ഇസ്രയേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്നേ ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോക്കൽ ചർച്ചിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. നമ്മുടെ ലോക്കൽ ചർച്ചിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിലെ വ്യക്തികളെ, നമ്മുടെ ഔട്ട് സ്റ്റേഷനുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രത്യേക കാവലിന് വേണ്ടി കൊടുക്കുക. നമ്മുടെ ഭാരതത്തിലുള്ള ഇന്ന് പീഡ സഹിക്കുന്ന സഭയെ, പീഡ സഹിക്കുന്ന ക്രിസ്തീയ സഭയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ ദിവസവും അറസ്റ്റുകൾ നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും പീഡനങ്ങൾ നടക്കുന്നുണ്ട്, മിക്ക ദിവസങ്ങളിലും പള്ളികൾ കത്തിക്കുന്നുണ്ട്, പലപ്പോഴും ആളുകളെ കൊല്ലുന്നുണ്ട്. പീഡ അനുഭവിക്കുന്ന ക്രൈസ്തവ സഭ, നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർണാടകത്തിലും പീഡകൾ നടക്കുന്നുണ്ട്. ഇതുവരെ പരിപാലിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ആ ദിവസമാണ്. ലോകവ്യാപകമായി ദൈവമക്കൾ ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ത്യയിലുള്ള ദൈവമക്കൾ ലോകവ്യാപകമായി അവർ ഇസ്രയേലിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടമയാകയാൽ നമ്മുടെ ഔട്ട് സ്റ്റേഷനുകൾ, നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ, നമ്മുടെ അപ്പസ്തോലിക് അനോയിൻറ്റിങ്ങിൽ പോകുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നാം കടംപെട്ടവരാണ്. അപ്രകാരം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശബത്തുകളെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ശബത്തുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തിരുന്നു. വളരെ വേഗത്തിൽ ശബത്തുകൾ എന്ന ആശയത്തിലേക്ക് ഒന്നുകൂടെ പ്രവേശിക്കാൻ പോകുകയാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ ദിവസത്തെ നീ ശബത്തായി ശുദ്ധീകരിക്കണം, അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യാതെ വിശ്രമിക്കണം എന്ന് പറഞ്ഞു. ഇത് ഇവിടെ ഞാൻ 1 മാസത്തിന് മുമ്പേ കവർ ചെയ്തതായതുകൊണ്ട് സമയം ഞാൻ അവിടെ എടുക്കയില്ല. ഓടിച്ച് ഓർമ്മിപ്പിച്ച് പോകുകയാണ്. കേൾക്കാത്തവർ ഗൗരവമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകും. വ്യത്യസ്ത മാധ്യമങ്ങളിലുള്ളവർ എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് എളുപ്പമല്ല. എന്നാൽ ഇന്ന് വന്നിട്ടുള്ളവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അവരെ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി ഓർപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ 7-ാം ദിവസം ദൈവം തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിർവൃതനായി മാറിയിരുന്നു, വിശ്രമിച്ചു എന്ന് കാണാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് എടുത്തപ്പോൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ 1 കിലോമീറ്റർ ഓടിയാൽ, എനിക്കത്ര ഓടാൻ ഒക്കത്തില്ല, ഓടാവുന്നിടത്തോളം ഓടിയാൽ പിന്നൊന്ന് വിശ്രമിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. കാര്യം ഞാൻ തളർന്നുപോയി. അതുകൊണ്ടാണ് ദൈവത്തോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ക്ഷമിക്കണേ ദൈവമേ, അങ്ങ് തളർന്നുപോയോ 6 ദിവസം സൃഷ്ടി നടത്തിയിട്ട്? അങ്ങക്ക് എന്തുകൊണ്ട് വിശ്രമം ആവശ്യമായി വന്നു? ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടൊരു മറുപടി ഞാൻ ചിന്തിക്കട്ടെ. ഇല്ല, തളർന്നതല്ല, വരുവാനുള്ളൊരു ശബത്തുണ്ടെന്ന് ലോകത്തിലുള്ള സകല ജനത്തെയും ഓർമ്മിപ്പിക്കേണ്ടതിന് ഞാനായി അത് ആചരിച്ചു. ദിവസങ്ങളുടെ ശബത്തായ 7-ാമത്തെ ദിവസത്തെ ശബത്തായി ആചരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, 7-ാം നാള് ശബത്തായിരിക്കണം, അന്ന് നിനക്കും നിൻ്റെ മൃഗങ്ങൾക്കും വിശ്രമിക്കുവാനുള്ള സമയമാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും നോക്കിയാൽ 7 വർഷങ്ങൾ ചേർന്നുള്ള 7-ാമത്തെ വർഷത്തെ നീ ശബത്ത് വർഷമായി കൊണ്ടാടണം, ശബത്ത് വർഷമായിരിക്കണം. 6 വർഷം അധ്വാനിച്ച ശേഷം 7-ാമത്തെ വർഷം ഭൂമിക്കും കൂടെ വിശ്രമം കൊടുക്കണം. അതിന് നഷ്ടപ്പെട്ടു പോയ വളക്കൂറ് തിരിച്ചു കിട്ടുവാൻ, അതിൻ്റെ മിനറലുകൾ തിരിച്ചു വരേണ്ടതിന് 1 വർഷം അതിന് വിശ്രമം ആവശ്യമാണ്. അതിന് വിശ്രമം കൊടുക്കണം. അന്നേക്കുള്ള ആഹാരം ഞാൻ കരുതിക്കോളാം എന്ന് കർത്താവ് പറഞ്ഞു. ഏറ്റവും പ്രധാനമായ ഒടുവിലത്തെ ശബത്തിനെ ജൂബിലി അഥവാ യോവേൽ വർഷം എന്നാണ് വിളിക്കുന്നത്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. യോവേൽ വർഷം എന്നതിനെ വിളിക്കുന്നു.
49 ആണ്ടുകൾ ചേർന്ന 7 ശബത്ത് വർഷങ്ങൾ എണ്ണിയ ശേഷം 50ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ ജൂബിലി വർഷം എന്ന് വിളിക്കുന്നു. ചില പ്രധാനപ്പെട്ട കണക്കുകളുണ്ട്, ഒന്നിലധികം കണക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. എനിക്കറിയാവുന്നത് മറച്ചു വെക്കാതെ ദൈവസഭയുടെ മുമ്പിൽ പറയുന്നത് എൻ്റെ കടമയാകയാൽ ഞാനത് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം തൊട്ടിരുന്നു. ഏറ്റവും പ്രധാനമായും വസ്തുക്കളുടെ വിടുതൽ എന്നതാണ് അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഭൂമിക്ക് ഒരു സ്വസ്ഥത ലഭിക്കണം, ഭൂമിക്ക് ഒരു സമാധാനം ലഭിക്കണം. അതിനുവേണ്ടി ഭൂമിയുടെ വീണ്ടെടുപ്പിനുള്ള സാക്ഷാൽ ദൈവത്തിൻ്റെ ദിവസം ഒരു ജൂബിലിയിലായിരിക്കും എന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. അന്ന് ഭൂമിയുടെ വീണ്ടെടുപ്പാണ്. ഇച്ചിരൂടെ കഴിയുമ്പോൾ നമ്മളത് എടുത്തോളാം. ഞാൻ ഇസ്രയേലിൻ്റെ ഇടയിലുള്ള കണക്കുകളിൽ ഒന്ന് പോകുവാനായി താല്പര്യപ്പെടുന്നു. വളരെ രസാവഹമായ ഒരു കാര്യമുണ്ട്. ഇസ്രയേലിനെക്കുറിച്ച് അല്പം കൂടെ ഗൗരവമായി അറിയുവാനും അവരുടെ റബായിമാരിൽ ഒരുവനായി, ഇന്ന് ക്രിസ്ത്യാനികളുടെ പ്രധാന ഉപദേശകന്മാരിൽ ഒരുവനായി മാറിത്തിരിഞ്ഞ ജോനാഥൻ ഖാൻ എന്ന കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നതും പൊതുവെ അംഗീകരിക്കപ്പെടുന്നവനുമായ വ്യക്തിയാണ് അദ്ദേഹം. ജോനാഥൻ ഖാൻ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സഭാംഗങ്ങളോടും സഭാ ഓഫീസിനോടും ബന്ധപ്പെടുവാനും സംസാരിക്കുവാനും ഒക്കെ കൃപയാൽ കർത്താവ് ഇടയാക്കി തന്നു. അവരുടെ കണക്കനുസരിച്ച് ദയവായി ശ്രദ്ധിച്ചാലും ഇസ്രയേലിൻ്റെ കലണ്ടറുകൾ മുഴുവനും നശിപ്പിച്ചു. പിശാച് ഒരറ്റത്ത് കയറിയാൽ സകലതും നശിപ്പിച്ചിരിക്കും. അവർ ജാതികളിൽ വിൽക്കപ്പെടുകയും ലോകത്തിൻ്റെ അറ്റത്തോളം ചെതറപ്പെടുകയും ചെയ്തതോടെ അവരുടെ ഡോക്യുമെൻറ്റ്സ് മുഴുവനും നഷ്ടപ്പെട്ടു. അവിടെയും ഇവിടെയും കല്ലിലും മണ്ണിലും വരച്ചു വെച്ചിരുന്ന ചിലതും ഓർമ്മയിൽ നിന്ന് കുറിച്ചെടുത്ത ചിലതും പിതാക്കന്മാർ കൊച്ചുമക്കളോട് പറഞ്ഞ ഓർമ്മയിൽ നിന്ന് തിരിച്ചെടുത്തതും ഒക്കെയായ പലയിനം കലണ്ടറുകൾ ഇന്നവരുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രിഡോമിനൻസി ഉള്ളതായ ഒരു കലണ്ടറിൽ അവരുടെ കണക്കനുസരിച്ച് അവരുടെ ആരംഭകാലം മുതൽ 5777 വർഷമാണിത്. ക്രിസ്താബ്ദം തുടങ്ങിയതുപോലെ ഓരോ വർഷങ്ങളും ഓരോ ഇറ തുടങ്ങുന്നത് പോലെ അവർ തുടങ്ങി വെച്ച അവരുടെ ഇറയിൽ 5777 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നത് ഇന്ന് 4 മണിക്കാണ് അതിൻ്റെ പൂർത്തീകരണം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഞാനിവിടെ തൊടുന്നത്. അതോട് ചേർന്ന് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ശേഷം, ആദാമിനെ ഇറക്കിവിട്ട ശേഷം 6000 വർഷങ്ങൾ തികയുന്നത് ഇന്നാണ്. യോശുവയോട് നീ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നത് മുതൽ 50ാം വർഷം തോറും നിനക്ക് ജൂബിലി വർഷമായിരിക്കണമെന്ന് പറഞ്ഞ ആ ജൂബിലി വർഷം 70ാമത്തെ ജൂബിലി വർഷം തീരുന്നത് ഇന്നാണ്. യേശുക്രിസ്തു നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദിവസമെങ്കിലും നീ ഇത് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇസ്രയേലിനെ ചൊല്ലി കരയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 19:41 വാക്യം മുതൽ 40 ജൂബിലി വർഷങ്ങൾ തികയുന്നത് ഇന്ന് 4 മണിക്കാണ്. ഇസ്രയേൽ യെരുശലേമിലേക്ക് റീഎൻട്രി ചെയ്തിട്ട് ഏതാണ്ട് 50 വർഷങ്ങൾ തികയാൻ പോകുകയാണ്. 2017 ഈ വർഷം തികഞ്ഞിരിക്കും. ഈ വർഷം തുടങ്ങി, അത് ഉടനെ തികഞ്ഞിരിക്കും. അങ്ങനെ ഈ വർഷത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രണ്ടാമതൊരു കണക്ക് അവർക്ക് തന്നെ ഉള്ളത്. ഇതിന് രണ്ടാമതൊരു കണക്ക് അവർക്കുണ്ട്. ആ കണക്കനുസരിച്ച് ഇതിൽ 1 വർഷം പുറകോട്ട് മാറും. എന്ന് പറഞ്ഞാൽ ആദാമിനെ ഇറക്കി വിട്ടത് മുതൽ 6000 വർഷം തികയാൻ 1 വർഷം കൂടെ ബാക്കിയുണ്ട്. 5999 വർഷം ഇന്ന് തികഞ്ഞിരിക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് അവർ അതിൻ്റെ 6000 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോശുവയോട് പറഞ്ഞിട്ടും 1 വർഷം കുറവുണ്ട്. അതായത് 40 ജൂബിലികളിൽ 39 ജൂബിലിയും 1 ദിവസം കുറവും വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഓരോ വർഷം വീതം കുറവുള്ള രണ്ടാമതൊരു കലണ്ടർ അവർക്കുണ്ട്. ഇവിടെ നിന്നൊക്കെ വ്യത്യസ്തമായ ഇനിയും ഈ 6000 വർഷം തികയേണ്ടതിന് 264 വർഷങ്ങൾ ബാക്കിയുണ്ട് എന്ന് കാണിക്കുന്ന മൂന്നാമതൊരു കലണ്ടറുണ്ട്. ഈ കലണ്ടറുകൾ പലതായതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇസ്രയേൽ പ്രഭുക്കന്മാരുടെ ഇടയിലും അവരുടെ നേതാക്കന്മാരുടെ ഇടയിലും ഒരുപാട് ഉപവാസങ്ങളും പ്രാർത്ഥനകളും കണ്ടുപിടുത്തങ്ങളും കണക്കുകൂട്ടലുകളും മാറി മാറി നടന്നുകൊണ്ടിരിക്കവേ ഒരു പ്രധാന സംഭവം ഉണ്ടായതായി അറിയുന്നു. ആ പ്രധാന സംഭവം ഇതാണ്. ഒരു ദൈവിക ദർശനത്തിൽ ദൈവം അവരുടെ റബായിമാരോട് ഇടപെടുകയും ഭൂമിയിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ തുടച്ചു കളഞ്ഞാലും, നിങ്ങളുടെ കലണ്ടറുകൾ ചുട്ടുകളഞ്ഞാലും ചുടുവാൻ കഴിയാത്തതും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ ഒരു കലണ്ടർ ഞാൻ ആകാശത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ഉത്സവ സമയങ്ങൾ മുതലായത് അറിയേണ്ടതിന് ഞാൻ 2 വെളിച്ചങ്ങളെ അവിടെ ആക്കിയിട്ടുണ്ട്. അവയുടെ കണക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ കലണ്ടർ കമ്പയർ ചെയ്യുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബ്ലഡ് മൂണുകൾ മുതലായി സൂര്യചന്ദ്രന്മാരിൽ കാണുന്ന അടയാളങ്ങൾ എടുത്തുകൊണ്ട് കലണ്ടറുകൾ ശോധന ചെയ്യുമ്പോൾ 6000 വർഷം ഇന്ന് തികയുകയാണ് എന്ന കണക്കിലേക്ക് ഏറെക്കുറെ അടുത്തു വരികയാണ്.
അതായിരിക്കും അംഗീകരിക്കേണ്ടത് എന്ന് പറയുന്നു. ഞാൻ എനിക്ക് കിട്ടിയതെല്ലാം നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു. ലേവ്യ പുസ്തകം 25-ന്റെ 10, 13, 28 ഈ വാക്യങ്ങൾ വായിച്ചാൽ ഈ ജൂബിലി തികയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ജൂബിലികളും തികയുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് അവർക്ക് സംഭവിക്കേണ്ടത്? ഒന്ന്, അവർക്ക് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കണം. അടിമകളായി പിടിക്കപ്പെട്ടവരും അടിമകളായി വിൽക്കപ്പെട്ടവരും അടിമകളായി സ്വയം സമർപ്പിച്ചവരും വേറൊരാൾക്ക് അടിമയാക്കിയവനും ഏതു തരത്തിലുള്ള അടിമയാണെങ്കിലും അടിമയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയമാണ് മഹാകാഹളധ്വനി ധ്വനിക്കുന്നതായ യോവേൽ സംവത്സരത്തിൻ്റെ 7-ാം മാസം. അന്ന് അടിമയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. എന്നെ ഒരു അടിമവേലയ്ക്ക് വേണ്ടി ഒരു വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് ഒരു വലിയ കൊട്ട നിറച്ച് സാധനങ്ങൾ എടുത്ത്, വേദപുസ്തകത്തിൻ്റെ ഭാഷ ഞാൻ പറയുകയാണ്, എൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് വലിയ ചുമടായി ചുമ്മിക്കൊണ്ട് പോകുമ്പോൾ ആ വഴിയിലാണ് ഈ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുന്നതെങ്കിൽ ഞാൻ ആ ചുമട് വെളിയിലേക്ക് എറിഞ്ഞു, എൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു, എൻ്റെ തോളിൽ നിന്ന് ചുമട് നീങ്ങി, എൻ്റെ തോളിൽ നിന്ന് നുകങ്ങൾ ഒടിച്ചു മാറും. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. ഒന്ന്, സ്വാതന്ത്ര്യം ലഭിക്കുക. അക്ഷരീകമായ ഒരു സ്വാതന്ത്ര്യം ഇന്ന് ലഭിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും ദുഃഖമനുഭവിക്കുന്നവർക്ക് വേണ്ടി നാം സഭയായി പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യട്ടെ. ഇനിയും സംഖ്യാപുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജ്യം സ്വതന്ത്രമാകുക, സ്ഥലം സ്വതന്ത്രമാകുക, റിസ്റ്റോറേഷൻ ഓഫ് ദ ലാൻഡ് എന്ന ആശയത്തിലേക്ക് ഞാൻ മാറുകയാണ്. ഭൂമി അവരവർക്ക് സ്വന്തമായി ലഭിക്കണം. ആർക്ക് ആദ്യമേ ഒരു ഭൂമി ഉണ്ടായിരുന്നോ അവൻ വിറ്റുകളഞ്ഞാൽ അതവന് തിരിച്ചു കിട്ടണം. അവനത് ദാനം ചെയ്താൽ അവനത് തിരിച്ചു കിട്ടണം. എങ്ങനെയെങ്കിലും ഭൂമി ഒരുവന് നഷ്ടമായാൽ ഭൂമി അവൻ്റെ കയ്യിൽ തിരിച്ചു വരേണ്ട, ഭൂമിയുടെ മണ്ണിൻ്റെ റിസ്റ്റോറേഷൻ്റെ ഡേ ആണ്, അതിൻ്റെ തിരിച്ചു വരേണ്ട ദിവസമാണ് ഈ ജൂബിലി വർഷം. നമ്പേഴ്സ് 36-ന്റെ 8 എടുത്താൽ ഒരു പിതാവിന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളില്ല. എന്നിരിക്കട്ടെ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉള്ള വീട്ടിലാണെങ്കിൽ ആൺകുട്ടികൾക്കായിരിക്കും വസ്തുക്കൾ വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിതാവിൻ്റെ സ്വത്തുക്കൾ ആ ഭവനത്തിൽ തന്നെ തുടരും. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു പിതാവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോയാൽ ആ പെൺകുഞ്ഞിൻ്റെ പേരിലാണ് കുടുംബത്തിൻ്റെ സ്വത്ത് വന്നു ചേരുക. ആ പെൺകുഞ്ഞ് ആര് വിവാഹം കഴിക്കുമോ ആ ആളിന് ഈ കുടുംബത്തിൻ്റെ സ്വത്ത് പോകും. നോക്കിക്കോണം, നമ്പേഴ്സ് 36-ന്റെ 8 പറയുന്നത്, ഏതെങ്കിലും ഒരു കന്യകയ്ക്ക്, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ജന്മാവകാശം ഉണ്ടെങ്കിൽ അവളെ അവളുടെ ഗോത്രത്തിൻ്റെ വെളിയിൽ പറഞ്ഞയക്കാൻ ഒക്കത്തില്ല. കാര്യം വസ്തുക്കളുടെ നഷ്ടം സംഭവിക്കുന്നത് കൊണ്ട് ആ ഗോത്രത്തിൽ മാത്രമേ അവൾക്ക് ഇരിക്കാൻ ഒക്കത്തുള്ളൂ. സാധാരണ ഒരു പെൺകുട്ടിയെ സ്വന്തം ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഒക്കാതെ പോയാൽ ഒരു പോസിബിലിറ്റി ഉണ്ട്, അത് അവരൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാത് ഗോത്രത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് അവരുടെ പ്രമാണം. എന്നാൽ ഗോത്രം മാറിയൊരു വിവാഹം നടന്നു പോയാൽ അത് സാധാരണ ഒരു പെൺകുട്ടിക്ക് ഒക്കും. എൻ്റെ ഗോത്രത്തിൽ നിന്ന് എനിക്ക് ഒരു പുരുഷനെ കിട്ടുന്നില്ല, എനിക്കൊരു വിവാഹം നടക്കണം എന്നൊരു പെൺകുഞ്ഞിന് തോന്നിയാൽ ഒക്കും. പക്ഷേ കുടുംബത്തിൻ്റെ വസ്തു സൂക്ഷിക്കുന്നവളാണെങ്കിൽ അവൾക്കത് പറ്റത്തില്ല. സാധാരണക്കാരനെ പോലെ വസ്തുവിൻ്റെ ഉടമസ്ഥതയുള്ള പെൺകുട്ടികൾക്ക് വിവാഹം പറ്റത്തില്ല. അവർക്ക് അതേ ഗോത്രത്തിൽ തന്നെ വിവാഹം നടക്കുകയുള്ളൂ. കാരണം ഈ ഗോത്രത്തിൽ നിന്ന് ഈ വസ്തു വെളിയിൽ പോയിക്കൂടാ. ഇനിയും എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ജനത്തിനിടയിൽ ഒരു മഹാപ്രഭുവിന് ആർക്കെങ്കിലും തൻ്റെ ദാസന്മാരിൽ ഒരുവന് ഒരു വസ്തു ദാനമായി കൊടുക്കണമെന്ന് തോന്നിയാൽ, ഞാനൊരു 10 സെൻറ്റ് അല്ലെങ്കിൽ 1 ഏക്കർ, 5 ഏക്കർ, 1 സെൻറ്റ് ഞാൻ ദാനമായി ആർക്കെങ്കിലും കൊടുത്താൽ യോവേൽ വത്സരത്തിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ദാനം കൊടുത്തതും ക്യാൻസലായി, വസ്തു തിരിച്ചു വന്നേ മതിയാകും. വസ്തുക്കളുടെ റിസ്റ്റോറേഷൻ ഞാൻ എല്ലാ ഏരിയയും എടുക്കുക, തിരുവചനം തരുന്ന എല്ലാ ഏരിയയും ഏതൊക്കെ രീതിയിൽ ആർക്ക് വസ്തു വിധിക്കപ്പെട്ടുവോ അവിടെ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് തുടഞ്ഞു മാറ്റിക്കൊണ്ട് നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചെടുക്കുന്ന വർഷമായിരിക്കും യോവേലിൻ്റെ വർഷം. അതാണ് യോവേൽ വർഷത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം. ഒന്ന്, സ്വാതന്ത്ര്യം, അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 2, അവരവരുടെ കുടുംബസ്വത്ത് അവനവന് ലഭിക്കുകയും വീട് വിട്ടുപോയവൻ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും യോവേലിൻ്റെ ദിവസം. യോവേലിൻ്റെ കാഹളം ധ്വനിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണി വരെ യോവേൽ വർഷമാണ്. ഞാൻ ആ കാര്യം ഒന്നുകൂടെ എടുത്ത് ഓർപ്പിക്കുകയാണ്. അടുത്തത്, ഒരു വീണ്ടെടുപ്പ് നടക്കുന്നത് എന്നെ കൊണ്ട് കഴിയാതെ പോയാൽ, എൻ്റെ വസ്തു ഞാൻ ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു, ഞാൻ ഒരാളിന് വേണ്ടി വിട്ടുകൊടുത്തു, ആ ആള് ഞാൻ പറയുന്ന പോലെ ഇറങ്ങിത്തരുന്നില്ല. ഒന്നാമത്തെ പ്രമാണം, നീ നിന്റെ സഹോദരനെ വഞ്ചിക്കരുത്, നിന്റെ സഹോദരനെ കളിപ്പിക്കരുത്, അവൻ്റെ വസ്തു വിട്ടുകൊടുത്തേ പറ്റൂ. എന്നാൽ
എന്നേക്കാൾ ബലവാനായ ഒരുവൻ എൻ്റെ വസ്തു വിട്ടുതരുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം? എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ചാർച്ചക്കാരനായ ഒരാൾ, എന്നോട് അടുത്ത് ബന്ധമുള്ള എൻ്റെ തൊട്ടടുത്ത ഒരു ചാർച്ചക്കാരൻ, കിസ്മൻ എന്ന് വിളിക്കാറുണ്ട്, ഇസ് വൺ ഓഫ് ദി അങ്കിൾസ്, അങ്ങനെയുള്ളവർക്ക് എൻ്റെ വസ്തുക്കൾ തിരിച്ചെടുത്ത് തരുവാൻ കഴിയും. യോവേൽ വത്സരം വരെ പോകാതെ തന്നെ തനിക്കിഷ്ടമുള്ള സമയത്ത് നഷ്ടമായി പോയ വസ്തുക്കൾ തിരിച്ചെടുത്ത് തരുവാൻ അവർക്ക് കഴിയും. ലേവ്യ പുസ്തകം 25:49 ആ കാര്യം കൊടുത്തിട്ടുണ്ട്. എ ക്ലോസർ റിലേറ്റീവ് ഓർ കിസ്മാൻ, അടുത്ത ഒരു ബന്ധുവോ സ്വന്തക്കാരനായ ഒരാളിന് വസ്തുവിനെ വീണ്ടെടുത്ത് തരുവാൻ കഴിയും. ഒരാത്മീയ അർത്ഥത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിച്ചു തരേണ്ടതിന് മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന നമ്മുടെ മൂത്ത സഹോദരൻ എന്ന് വിളിക്കാവുന്ന രക്ഷകനാകുന്ന യേശു മനുഷ്യവേഷത്തിൽ ഇറങ്ങി വരുവാൻ കാരണം നഷ്ടപ്പെട്ടതിനെ നമുക്ക് വേണ്ടി എടുത്തു തരികയായിരുന്നു. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഐ റിപ്പീറ്റ്, രൂത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ബോവസ് എന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് കാണാം. രൂത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ മോവാബ്യ സ്ത്രീയായിരുന്നു. അവളെ വിവാഹം കഴിച്ചിരുന്ന ഒരു എബ്രായൻ, ഒരു യഹൂദൻ മരിച്ചു പോകുകയും അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവൻ്റെ സഹോദരനും മരിച്ചു, അവരുടെ പിതാവും മരിച്ചു. അമ്മ നവോമിയും രൂത്തും ഒരു അമ്മായിയമ്മയും മരുമകളും മാത്രം ദേശത്തേക്ക് മടങ്ങി വരുന്ന സാഹചര്യത്തിൽ, ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല, വസ്തുക്കൾ വീണ്ടെടുത്തു കൊടുക്കേണ്ടതിന് ബോവസ് എന്ന അവരുടെ ഒരു കിസ്മനെ അവരെ സമീപിക്കുകയുണ്ടായി. ബോവസ് പറയുന്ന ഒരു പദമുണ്ട് രൂത്തിനോട്, മോളെ ഞാനിത് വീണ്ടെടുക്കാം, പക്ഷേ എന്നേക്കാൾ അധികം നിന്നോട് അടുപ്പമുള്ള, എന്നേക്കാൾ അധികം നിങ്ങളുടെ കുടുംബവുമായി ബന്ധമുള്ള മറ്റൊരുവനുണ്ട്, അവനത് ചെയ്യുമോ എന്ന് നോക്കട്ടെ, അവൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് അത് വീണ്ടെടുത്തു തരാം. അടുത്ത ദിവസം അദ്ദേഹം പട്ടണവാതിക്കൽ പോയിരുന്നു. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ബോവസ് പട്ടണവാതിക്കൽ പോയിരുന്നു. അതാണ് പ്രധാനമായ ചിന്തകൾ നടക്കുന്ന സ്ഥലം. അവിടെ വെച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. വേറൊരു ഭാഷയിൽ പട്ടണത്തിന്റെ പ്രധാന കോടതി അവിടെ ഗേറ്റാണ്. ആ പട്ടണവാതിക്കൽ അദ്ദേഹം പോയിരുന്നു. അവിടെയുള്ള പട്ടണവാതിക്കൽ വരാവുന്ന നേതാക്കന്മാരെ, മറ്റ് ഇതര ജഡ്ജസിനെ വിളിച്ചിരുത്തിയ ശേഷം രൂത്തിനോട് അധികം ബന്ധമുള്ള മനുഷ്യൻ അതുവഴി പോകുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വാ, നിങ്ങളോട് ഒരു കാര്യം പറയേണ്ടതിനാണ് വിളിച്ചിരുത്തിയിരിക്കുന്നത്. നിന്റെ ബന്ധത്തിൽപ്പെട്ട നവോമി മടങ്ങി വന്നിട്ടുണ്ട്, അവിടെ ഭർത്താവും ആൺകുഞ്ഞുങ്ങളും മരിച്ചു, അവിടെ വസ്തുക്കൾ വീണ്ടെടുത്തു കൊടുക്കണം, അതിന് ഏറ്റവും അടുത്ത ചർച്ചക്കാരൻ നീയാകയാൽ നിന്നോട് ഞാനത് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനത് ചെയ്യാം. ഉടനെ ബോവസ് ഓർപ്പിച്ചു, അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ മരിച്ചുപോയാൽ ആ മരിച്ചവൻ്റെ പേർ നിലനിർത്തേണ്ടതിന് മരിച്ചവൻ്റെ ഭാര്യയെ വീണ്ടെടുപ്പുകാരൻ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുകയും മക്കൾ ജനിച്ച് ആ മക്കൾക്ക് തൻ്റെ വസ്തുവകകൾ കൊടുക്കുകയും വേണം എന്നൊരു പ്രമാണമുണ്ട്. നീ അതും കൂടെ ചെയ്തേ മതിയാകൂ. അങ്ങനെ നീ രൂത്തിനെ കൂടെ വാങ്ങണം. അദ്ദേഹം പറഞ്ഞു, പറ്റത്തില്ല, കാര്യം എനിക്ക് അത് നഷ്ടമായി മാറും. രൂത്തിൻ്റെ വസ്തുക്കളെക്കാൾ എലീമലേക്കിൻ്റെ വസ്തുക്കളെക്കാൾ അധികം വസ്തുക്കൾ എനിക്കുള്ളത് കൊണ്ട് ആ കുടുംബത്തിനോട് എൻ്റേത് കൊടുക്കേണ്ടി വരും. അഥവാ ഈ വീണ്ടെടുപ്പിന് പോയാൽ എനിക്കൊരു വില മുടക്കേണ്ടതായി വരും. വില മുടക്കി വീണ്ടെടുക്കുവാൻ ഞാൻ തയ്യാറല്ല. ബോവസ് പറഞ്ഞെങ്കിൽ ശരി, നീ പറഞ്ഞതിന് സാക്ഷ്യം ഈ ഇരിക്കുന്ന ജനമാണ്, ഈ നേതാക്കന്മാരാണ്, ഞാൻ വില മുടക്കുവാൻ തയ്യാറാണ്. എൻ്റെ വസ്തുവകകൾ കൊടുത്തുകൊണ്ട് ഞാൻ ആ വസ്തുക്കൾ വീണ്ടെടുക്കാൻ പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബോവസ് എന്ന് മറക്കരുത്. സ്വർഗത്തിൻ്റെ മഹത്വം വെടിഞ്ഞ് ദൂതന്മാരുടെ ആരാധന വിട്ട് ലോകത്തിൻ്റെ ത്യാഗത്തിലേക്ക് ഇറങ്ങി വരുവാൻ, തന്നെ ഏൽപ്പിച്ചു തരുവാൻ, തൻ്റെ ജീവനും ശരീരവും വരെ വില മുടക്കേണ്ടതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന ഒന്നാണ്. നമുക്കൊരു ബോവസ് ഉണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഞാൻ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുവാനുള്ള കാരണം, യോവേലിൻ്റെ വർഷം വസ്തുക്കളുടെ വീണ്ടെടുപ്പാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉദാഹരണം മാതൃകയായി നിൽക്കുന്ന ബോവസ് വീണ്ടെടുക്കുകയും കന്യകയെ വിവാഹം കഴിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സന്ദർഭം കാണാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുപ്പ് നടത്തുകയും തൻ്റെ സഭയുമായി വിവാഹം കഴിക്കുകയും ചെയ്യുന്ന ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുവാൻ ഇതിനേക്കാൾ ഉത്തമമായ ഉദാഹരണങ്ങൾ കുറവാകയാൽ ഞാൻ ആ ഉദാഹരണം എടുത്തുകൊണ്ട് വരികയായിരുന്നു. എങ്ങനെയാണ് ഇനിയും ഈ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഞാൻ തിരിച്ച് ബോവസിൻ്റെ കഥ വരും. എങ്ങനെയാണ് ജൂബിലി സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഒന്ന്, അതിൻ്റെ കറക്റ്റ് ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ പ്രത്യേക ദിവസം ലേവ്യ പുസ്തകം 25:9 വാക്യത്തിൽ, അന്ന് നീ മഹാകാഹളധ്വനിയായി കാഹളം ധ്വനിപ്പിക്കണം.
നീ ഊതുന്നതായ കാഹളം കേവലം ദേവാലയത്തിൽ മാത്രം ഊതി നിൽക്കയില്ല, അത് ദേശത്ത് മുഴുവനും ഊതേണ്ടതാണ്. ഈ കാഹളം ഊതിയതിൻ്റെ മാറ്റൊലി എല്ലായിടത്തും മുഴങ്ങണം. ആ കാഹളത്തിൻ്റെ മാറ്റൊലി ദേശത്ത് മുഴുവനും മുഴങ്ങുന്നതോടെ വീണ്ടെടുപ്പ് നടന്നിരിക്കും. വീണ്ടെടുപ്പിൻ്റെ സദ്വർത്തമാനമാണ് ആ കാഹളത്തിലുള്ളത്. അതിൻ്റെ മെത്തേഡ് ഓഫ് സെലിബ്രേഷൻ, അതിലെ ഒരു ഭാഗം കാഹളം ഊതുക എന്നതാണ്. ഈ കാഹളത്തെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. ആ കാഹളത്തെക്കുറിച്ച് തിരുവചനം പറയുന്നത് നമ്പേഴ്സ് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ഞാനത് വർഷങ്ങൾക്ക് മുമ്പേ മുതൽ ഇവിടെ ഒന്നിലധികം പ്രാവശ്യം എടുത്തതാകയാൽ ഇന്നും അല്ലെങ്കിലും ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഒരു സമ്മറി മാത്രമേ ഇന്ന് തൊടുന്നുള്ളൂ. അടിപ്പ് പണിയായി വെള്ളി കൊണ്ട് നീ 2 കാഹളങ്ങൾ ഉണ്ടാക്കണം എന്ന് ദൈവം മോശയോട് പറഞ്ഞു. കാഹളമൂതുന്നതാണ് ആ ദിവസമെങ്കിൽ, കാഹളമൂതേണ്ട ദിവസമാണ് യോവേൽ വർഷം എന്നെങ്കിൽ, ആ കാഹളം എവിടുന്ന് വരുന്നു എന്നാണ് ഇപ്പം ഇനി ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ നീ വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. വെള്ളി ഉരുക്കി ഒരു മോൾഡിനകത്ത് ഒഴിച്ച് കാഹളം ഉണ്ടാക്കിയാൽ അതെനിക്ക് അംഗീകാര്യമല്ല. അടിപ്പ് പണിയായി ഉണ്ടാക്കണം. ഒരു വെള്ളിയുടെ തകിടെടുത്ത് ആ തകിട് അടിച്ചടിച്ചടിച്ച് കാഹളത്തിൻ്റെ രൂപത്തിൽ ആക്കി അതിനെ എടുക്കുന്ന അടിപ്പ് പണിയായി കാഹളം ഉണ്ടാക്കണം. അടിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മയെ കൂടെ ചേർത്തുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു പഴയ നിയമ പ്രസ്താവനയാണ് വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി. പഴയ നിയമത്തിൽ വെള്ളി എന്നൊരു പദം കണ്ടാൽ അത് വീണ്ടെടുപ്പിനെയാണ് കുറിക്കുന്നത്. അത് വീണ്ടെടുപ്പിൻ്റെ വിലയാണ് വെള്ളി. 2, വെള്ളി വേർപാടിനെ കുറിക്കുന്നതാണ്. അത് വേർപാടിൻ്റെ വിഷയമാണ്. വെള്ളി കൊണ്ട് ഒരു കാഹളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പും വേർപാടും കൂടെ ഒരുമിച്ച് ചേരുന്ന, കഷ്ടതയിൽ ഉരുത്തിരിഞ്ഞ് പുറത്തു വരുന്ന വെള്ളിക്കാഹളം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നീ വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. 1-ാമത്തെ കാഹളം പതുക്കെ ഊതേണ്ട കാഹളമാണ്. അത് ഗംഭീരധ്വനിയായി ഊതരുത്. ആ കൊച്ചു കാഹളം ഊതിയാൽ നിന്റെ ജനം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ആലയത്തിൻ്റെ അരികിൽ നിന്റെ അടുക്കൽ വന്നുകൂടേണം. ഇനിയും 2-ാമത്തെ കാഹളം ഗംഭീരധ്വനിയായാണ് ഊതേണ്ടത്. ആ 2-ാമത്തെ കാഹളം ഊതുമ്പോൾ 1, യുദ്ധത്തിന് നിന്റെ ജനം പുറപ്പെടണം. യുദ്ധത്തിന് പുറപ്പെടുവിക്കേണ്ടതിന് വേണ്ടി ഗംഭീരധ്വനിയായി കാഹളം ധ്വനിപ്പിക്കണം. എടുത്തു പറയുന്ന ഒരു പദമാണ്. കഴിഞ്ഞ രാത്രിയിൽ വളരെ അധിക സമയം പരിശുദ്ധാത്മാവ് എന്നെ അത് ഓർമ്മിപ്പിച്ചു. ഇന്ന് നമ്മൾ കാഹളം ഒന്ന് ഊതിയേക്കുമായിരിക്കും മിക്കവാറും. എന്നെ അത് ഓർമ്മിപ്പിച്ചു. കാഹളം നിന്റെ ജ്ഞാപകമായി എൻ്റെ മുമ്പിൽ വന്നിരിക്കും. നീ കാഹളം ഊതുമ്പോൾ നിന്റെ ജ്ഞാപകം ഇവിടെ വന്നിരിക്കും. നീ ശത്രുവിന് നേരെ പടയ്ക്ക് പുറപ്പെടുമ്പോൾ ജനത്തെ ശുദ്ധീകരിച്ച ശേഷം ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് കാഹളം ഊത്. എൻ്റെ ജ്ഞാപകമായി ഞാൻ അത് എടുത്തുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും, വന്ന് യുദ്ധത്തിൽ നിന്നെ സഹായിക്കും. കാഹളത്തിൻ്റെ പല ഉപയോഗങ്ങൾ പറയുകയാണ്. വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി 2 കാഹളങ്ങൾ ഉണ്ടാക്കുക. 1-ാമത്തെ കാഹളം ഗംഭീരധ്വനി ഊതുന്നതല്ല, പതുക്കെ ഊതേണ്ടതാണ്, മൃദുസ്വരം ഊതേണ്ടതാണ്. അത് ഊതിക്കേട്ടാൽ കേൾക്കുന്നവർക്ക് സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ നിന്റെ അടുക്കൽ വരുവാൻ, ജനത്തെ വിളിച്ചു കൂട്ടുവാൻ, പാളയത്തെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ ആ കാഹളം നിനക്ക് പ്രയോജനപ്പെടണം. 2-ാമത്തെ കാഹളം ഗംഭീരധ്വനിയായി ഊതേണ്ട കാഹളമാണ്. ഗംഭീരധ്വനിയായി ഊതുന്ന കാഹളത്തിന് പല ഉപയോഗങ്ങളുണ്ട്. 1-ാമത്തെ ഉപയോഗം, പടയ്ക്ക് പുറപ്പെടുമ്പോൾ പടക്കളത്തിൽ നീ ആ കാഹളം ധ്വനിപ്പിക്കണം. ആ കാഹളം ധ്വനിച്ചാൽ നിനക്ക് വിടുതൽ തരേണ്ടതിന്, ജയം തരേണ്ടതിന് ഞാൻ ഇറങ്ങി വരും. നമ്മുടെ കയ്യിൽ കാഹളങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു അല്ലേലിയ ഇപ്പോഴല്ല, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒന്ന് ഉറക്കപ്പറ. വിസിലടിച്ചാലും തകരാറുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതിനകത്താരും വിസിലടിക്കരുതേ. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒരു ആത്മയുദ്ധത്തിൻ്റെ മുമ്പിൽ നീ ഒരു ശബ്ദമുണ്ടാക്കുക. അതിൻ്റെ 2-ാമത്തെ ഉപയോഗം, രക്തച്ചൊരിച്ചിലുള്ള പ്രധാനപ്പെട്ട യാഗങ്ങൾ നടക്കുമ്പോൾ അവിടെ വെച്ച് നീ ഇത് ഊതയണം. അതെന്തിനു വേണ്ടിയാണ്? നിനക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ആനന്ദിക്കേണ്ടതിന്, ദൈവസന്നിധിയിൽ ഒരു ശബ്ദമുണ്ടാക്കേണ്ടതിന്. നീ ആ കാഹളത്തിൻ്റെ സമയത്ത് ആ കാഹളം ഊതിക്കൊണ്ട് നിന്റെ ആരാധനകൾ നിയന്ത്രിക്കണം. ആരാധനകളിൽ കാഹളം ഊതാം. ഏറ്റവും ഒടുവിലത്തേത്, നീ പാളയത്തെ പുറപ്പെടുവിക്കുമ്പോൾ, ഇസ്രായേൽ പാളയം അടിച്ചു കിടക്കുന്ന ഇടത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ മേഘം പാളയത്തിൻ്റെ മീതെ ഒന്ന് പൊങ്ങുന്ന ഉടനെ യോശുവയോ മോശയോ അടുത്ത
അടുത്ത് നിൽക്കുന്ന പുരോഹിതന്മാരോട് പറയുകയും അവർ കാഹളങ്ങൾ എടുത്ത് ഗംഭീരധ്വനി ഊതുകയും പാളയങ്ങൾ യാത്ര പുറപ്പെടുകയും ചെയ്യും. നാം ധരിക്കുവാൻ പോകുന്ന മഹാകാഹളം യാത്ര പുറപ്പെടുവിക്കുന്ന കാഹളം ആയിരിക്കും. അങ്ങനെ 2 കാഹളങ്ങൾ നീ ഉണ്ടാക്കണം. വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി വേണം നീ അത് ഉണ്ടാക്കേണ്ടത്. നിന്റെ നാട് മുഴുവനും നീ ആ കാഹളം ഊതേണം. ഇന്നിവിടുന്ന് കേൾക്കുന്ന കാഹളത്തിന്റെ ധ്വനി, ആ ഓർമ്മ ഇവിടെ കൊണ്ട് തീരരുത്. വീട്ടിൽ ചെന്നാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുവാൻ, റോഡെ പോകുമ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുവാൻ, നാട് മുഴുവനും കാഹളം ഊതുവാൻ തയ്യാറായിക്കോ. നാട് മുഴുവനും ഒരു ജയത്തിന് വേണ്ടി ദൈവം അത് വെച്ചിരിക്കുകയാണ്. യു വിൽ ബി റിമെമ്പേർഡ്. ദൈവം നമ്മെ ഓർത്തിരിക്കും. ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നിശ്ചയമായും ഈ കാഹളം പറയുന്നത്. അടിപ്പ് പണിയായി എനിക്ക് വേണ്ടി കൊരിളറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായവൻ, ഹല്ലേലൂയ. യെരൂശലേമിന്റെ തെരുവീഥിയിലൂടെ കുരിശുമരം എടുത്തുകൊണ്ട് പോകുവാൻ അടിയേറ്റവനായവൻ, ചാട്ടവാറുകളാൽ അടിക്കപ്പെട്ടവൻ, മുൾക്കിരീടം ധരിക്കപ്പെട്ടവൻ, ബാശാൻ കൂറ്റന്മാരെന്നെ ചുറ്റി വളഞ്ഞു. കാളകൾ എൻ്റെ നേരെ അലറുന്നത് പോലെ അവരെൻ്റെ നേരെ അലറി. തൻ്റെ മുഖത്തെ രോമമൊക്കെയും പറിച്ചെടുക്കുകയും തൻ്റെ മുഖത്തവർ തുപ്പുകയും ചെയ്ത് നിന്ദിതനായി ഹൃദയം ഭാരപ്പെട്ട് നടന്നവനായി എൻ്റെ യേശു അടികൊണ്ട് കാൽവറിയിൽ രൂപീകരിക്കപ്പെട്ട വെള്ളിക്കാഹളമാണ്. യേശുവിൻ്റെ കാൽവറിയിൽ അതിൻ്റെ മൃദുസ്വരം യേശു ഒന്നാമതായി ഊതി. യെശയ്യാവിന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 3, 4, 5 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നെങ്കിൽ ഓക്കെ, വായിക്കണമെന്നില്ല. ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് വാക്യങ്ങൾ വായിക്കാം. ഞാൻ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുകയാണ്. സമയത്തിന് എവിടെയും നിർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയെ കുറിക്കുന്ന ഭാഗമാണ് യെശയ്യാവ് 53. അതിൽ 1-ാമത്തെ വാക്യം ഇതാണ്: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ഞാൻ തിരിച്ചു വരും. 1-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 3, 4, 5 വാക്യങ്ങളിലേക്ക് പോകയാൽ നമുക്ക് വേണ്ടി ലജ്ജ സഹിച്ചവനായവൻ, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ടവനായവൻ, നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ മേൽ വഹിച്ചുകൊണ്ട്, നമ്മുടെ വേദനകളെ വഹിച്ചുകൊണ്ട്, നമ്മുടെ ദുഃഖങ്ങളെ വഹിച്ചുകൊണ്ട്, നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പോയവനും നമുക്ക് വേണ്ടി മുറിവേറ്റവനും നമുക്കായി മരിച്ചവനും. ഇല്ല, അത് വായിച്ചാട്ടെ ദയവായി. യെശയ്യാവ് 53-ന്റെ 3, 4, 5 വാക്യങ്ങൾ ഗൗരവമായി ശ്രദ്ധിച്ചോണേ. അടിയേറ്റവനായി യേശു കാൽവരിയിൽ മുടക്കിയ വിലയുടെ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ ചിന്തിക്കാൻ പോകുന്നത്. 3, 4, 5 വാക്യങ്ങൾ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു. എൻ്റെ സമാധാനത്തിന്റെ ശിക്ഷ താൻ ഏറ്റെടുത്തതിനാൽ എനിക്ക് ദൈവത്തോട് സമാധാനം തരുവാൻ, നിരപ്പിക്കുവാൻ ഞാൻ തയ്യാറായി. എൻ്റെ ഭാരം യേശു ഏറ്റെടുത്തു, എൻ്റെ വേദന യേശു ഏറ്റെടുത്തു. ഇത് തൻ കാൽവറിയിൽ നിർവഹിച്ചു. കാൽവറിയിൽ വെച്ച കാഹളം ഊതി. സകല ഭൂസീമവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവീനെന്നുള്ള ദൈവിക കാഹളത്തിന്റെ മൃദുസ്വരം യേശു കാൽവറിയിൽ ഊതിയ വിവരം ദൈവമക്കളെ മറക്കരുത്. ഇനി ഞാൻ 1-ാം വാക്യത്തിലേക്കൊന്ന് തിരിച്ചു വരാൻ പോകുകയാണ്. അതിനകത്ത് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിലെ വാക്യം ഇങ്ങനെയാണ്, ഒന്ന് വായിച്ചേക്ക. ഹൂസ് റിപ്പോർട്ട് ഷാൽ യു നോ. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേക്കണേ. Probably from King James. (53:1). Who hath believed our report? That's it. Who have believed our report? ഞങ്ങൾ പറഞ്ഞത് എന്ന മലയാള പദത്തിന് ഞങ്ങളുടെ റിപ്പോർട്ട് ആർ വിശ്വസിച്ചു എന്നാണ് ചോദിച്ചത്. ഇംഗ്ലീഷിലൊരു കൊച്ചു പാട്ടുണ്ട്, ഹൂസ് റിപ്പോർട്ട് ഷാൽ യു ബിലീവ്. നിങ്ങൾ ആരുടെ റിപ്പോർട്ട് വിശ്വസിക്കും? ആ പാട്ടിൻ്റെ ബാക്കി ഓർക്കുന്നുണ്ടോ? ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് ആവർത്തിക്കുന്നത്. ഡോക്ടറുടെ റിപ്പോർട്ട് നീ ഇപ്പം ചത്തുപോകുന്ന, യേശുവിൻ്റെ റിപ്പോർട്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കിയെന്ന. ബാങ്കറുടെ റിപ്പോർട്ട് നീ മഹാകടഭാരത്തിലാണെന്ന, യേശുവിൻ്റെ റിപ്പോർട്ട് ഞാൻ നിത്യതയിലെ സമ്പന്നനാണെന്ന.
ലോകത്തിന്റെ റിപ്പോർട്ട് നിന്നെ ഒന്നിനും കൊള്ളുകയില്ലെന്നാണ്. യേശുവിന്റെ റിപ്പോർട്ട് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമെന്നാണ്. ഹൂസ് റിപ്പോർട്ട് ഷാൽ വി ബിലീവ് നൗ? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും? ഞങ്ങളുടെ റിപ്പോർട്ട് ആർ വിശ്വസിക്കും? ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തുനിന്നൊരു വിടുതൽ നടന്നേ മതിയാകെയുള്ളൂ. കാൽവറിയിൽ ഒന്നാമത്തെ മൃദുലസ്വരം ഊതിയതോടുകൂടെ എനിക്ക് ആവശ്യമുള്ള പലതും കാൽവറിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇനി ഒരിക്കൽ കൂടി മഹാധ്വനി ഊതേണ്ടതിന് എൻ്റെ യേശു ഇറങ്ങി വരും എന്ന് മറക്കരുത്. യേശുവിൻ്റെ കാൽവറിയുടെ സാധ്യതകൾക്ക് വേണ്ടി യേശു ഇനിയും ഇറങ്ങി വരും. 53-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ആ വാക്യം വായിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് വായിച്ചാട്ടെ. ആ വാക്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. കാണാതെ പറയാൻ നമുക്കറിയാം, പക്ഷേ അത് വായിക്കുന്നതിനകത്ത് തെറ്റില്ലല്ലോ. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. കാൽവറിയിൽ നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ട് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി നിന്നെങ്കിൽ ഹൃദയം നിന്നയാൾ തകർന്നവനായി, രുധിരം തല മുതൽ പാദം വരെ ഒഴുകിയവനായി, വേദനകളാൽ തകർന്നവനായി യെരൂശലേമിന്റെ തെരുവിലൂടെ അവനെ കൊണ്ടു നടന്നെങ്കിൽ ഹല്ലേലൂയ, തേജസ്സിന്റെ മഹത്വത്തോടുകൂടെ തിരിച്ചവൻ യെരൂശലേമിനെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് ഭരിക്കേണ്ടതിന് വേണ്ടി മടങ്ങി വരുന്നവനായ ദൈവമാണ്. അവന്റെ പ്രയത്ന ഫലം കണ്ട് അവൻ തൃപ്തനാകും. ആ പ്രയത്നഫലത്തെക്കുറിച്ച് യേശു യോഹന്നാന്റെ സുവിശേഷം 16:21 പറയുന്നത്, ഒരു സ്ത്രീ വേദനപ്പെട്ട് കരയുമ്പോൾ, ട്രവയിൽ ചെയ്യുമ്പോൾ, തൻ പ്രസവ വേദനപ്പെടുമ്പോൾ തൻ്റെ സമയമായതുകൊണ്ട് അവൾ ദുഃഖിച്ച് കരയുന്നു. പക്ഷേ ഒരു പൈതൽ പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അമ്മ സന്തോഷിച്ചിരിക്കും. അവളുടെ ദുഃഖം അത് മറന്നു പോകും. എൻ്റെ യേശു ഈ കാര്യമാണ് കാൽവറിയിൽ ആരംഭ ഭാഗം നിർവഹിച്ചത്. കാൽവറിയിൽ വില മുടക്കിക്കൊണ്ട് ട്രവയിലിംഗ് പെയിൻ, തൻ പ്രസവ വേദനപ്പെട്ട് നിലവിളിച്ചെങ്കിൽ ആ രക്ഷ കരസ്ഥമാക്കിയ ദൈവപൈതലേ, നാം ആരാധിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ ഓമന മുഖങ്ങൾ കാണുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ഉല്ലസിക്കുന്നത് കാണുമ്പോൾ തന്റെ ദുഃഖം മറന്നുകൊണ്ട് അവൻ ആനന്ദിക്കുകയാണ്. പക്ഷേ കാൽവറിയിൽ താൻ ചെയ്തെടുത്ത പ്രവൃത്തിയുടെ ഫലം ഇവിടെ കൊണ്ട് തീർന്നില്ല. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് കാണുവാൻ യേശു ഒന്നുകൂടെ ഇറങ്ങി വരും, മറക്കരുത്. അതുകൊണ്ടാണ് യേശു തിരിച്ചു വരുന്നത്. എന്തിനാണ് വരുന്നത്? തനിക്കുള്ളവരെ ചേർക്കേണ്ടതിന്. തനിക്കുള്ളവരെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞ ഒരു വാചകം ഞാൻ വീണ്ടും കൊണ്ടുവരികയാണ്. എൻ്റെ ഹൃദയത്തോടെ ഇടപെടുന്നതും ഞാൻ കൂടെ എടുക്കുന്നതുമാണ്. ദൈവം ഇടപെടുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇടപെടുന്നത്. എല്ലാവരെയും അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, ഒരു ശേഷിപ്പ് മാത്രം. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം പണ്ട് തന്നെ സോദോം പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. ദൈവം നമുക്കൊരു ശേഷിപ്പിനെ വെച്ചിരുന്നു. എന്താ അങ്ങനെ പറയാനെന്ന് അറിയാമോ? ഒരു ചെറിയ ശേഷിപ്പിന്, അത്യല്പമായ ഒരു ശേഷിപ്പ്. എന്താ അങ്ങനെ പറയാൻ കാര്യമെന്നറിയാമോ? ചിലതിനെ കുറിച്ച് പറഞ്ഞു വെച്ച് ദൈവം പറഞ്ഞു, അതിനകത്തൊരു ശേഷിപ്പ് ഉണ്ടാകയില്ല, അത് വേരും കൊമ്പും ഒരുമിച്ച് നശിച്ചു പോകുന്നതാണ്, ഒരു ശേഷിപ്പുണ്ടാകയില്ല. എന്നാൽ എന്നോട് ദൈവത്തിന് കൃപ തോന്നിയതിനാൽ ഒരു ശേഷിപ്പിനെ വെച്ചേക്കുവാൻ എൻ്റെ ദൈവത്തിന് തിരിഹിതമായതിനാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. റോമർ 9:27 വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ളതല്ല, അതിൽ നിന്നൊരു ചെറിയ ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇന്ന് പകൽ ചിലരൂടെ പറയുമോ, ആ ശേഷിപ്പിൽ ഉൾപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ തന്നതിനാൽ കർത്താവേ ഞാൻ അങ്ങേ വാഴ്ത്തുകയാണ്. മണൽത്തരി പോലെ കിടപ്പുണ്ട്, ഞങ്ങൾക്ക് ജനസഞ്ചയമുണ്ട്, നല്ല കാര്യം. പക്ഷേ യേശുവിന്റെ കാൽവറിയുടെ റിസൾട്ട് ഒരു കൊച്ചു ശേഷിപ്പാണ്. ദൈവമായ യഹോവ അത്യല്പമായ ഒരു ശേഷിപ്പ് നമുക്ക് തന്നതിനാൽ നാം ഇന്നും ജീവനോടെ ഇരിക്കുകയാണ്. റോമർ 11:25 കൃപയാൽ ലഭിച്ചിരിക്കുന്ന ഒരു കൊച്ചു ശേഷിപ്പ്. ആ കൃപയില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ശേഷിപ്പിൽ ഉൾപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു. ഒരു ശേഷിപ്പായി മാറുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ആ ശേഷിപ്പിന് വേണ്ടി ദൈവമായ കർത്താവ് ഇറങ്ങി വരും. വായിക്കുന്നില്ല യോവേൽ പ്രവചനം 2:32 യെശയ്യാവ് 10:20 ഒക്കെ നോക്കിയാൽ അതൊരു രക്ഷിതഗണമാണ്. എന്താണ് ഈ ശേഷിപ്പ്? ഒരു രക്ഷിതഗണമാണ്, രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള കാൽവറി മുഖേനയുള്ള രക്ഷ കരസ്ഥമാക്കിയ ദൈവജനത്തെ കുറിച്ച് പറയുന്നതാണത്. റോമാലേഖനത്തിൽ പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
വിശദീകരണം പറയുകയാണ്. കഷ്ടകാലത്തിന് മലയാളത്തിൽ വിട്ടുപോയി, അതുകൊണ്ട് ഞാനത് ഇംഗ്ലീഷിൽ പറയാതെ ഒരു നിവൃത്തിയുമില്ല. ഇംഗ്ലീഷിലെ വാക്യം പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തെ അനുസരിച്ച് നടക്കാതെ, ജഡമോഹത്തെ, ലോകത്തിന്റെ പ്രതാപത്തെ, ലോകത്തിന്റെ ചിന്തയെ ത്യജിച്ച ശേഷം ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ശേഷിപ്പിനെ യേശു നമുക്ക് ശേഷിപ്പിച്ചതിനാൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കാം. ആ ശേഷിപ്പ് ഒരു രക്ഷിത ഗണമാണ്. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേക്കാമോ പ്ലീസ്? 9:28. And soon all Israel will be saved, as it is written, the deliverer will come out of Zion, and he will turn away ungodliness from Jacob. The deliverer will come from Zion. ഈ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് തിന്മയെ എടുത്തു മാറ്റും. ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ, തിന്മയില്ലാതെ ജീവിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ഡെലിവറർ, ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടി ഉള്ളതിനാൽ ഇന്ന് പകല വിടുതലുകൾ അനുഭവിപ്പാൻ എനിക്ക് കഴിയുകയാണ്. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നവനാണ്. ഒരു റെമനന്റ്, വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവർക്ക് വേണ്ടിയാണ് യേശു ഇറങ്ങി വരുന്നത്. എന്നാൽ ഇന്ന് താൽക്കാലികമായി നമുക്ക് ചില വിടുതലുകൾ പ്രാപിക്കാൻ കഴിയും. വെരി ടെമ്പറൽ. ഇന്നത്തെ വേദനയുടെ പരിഹാരം, നൊമ്പരത്തിന്റെ പരിഹാരം, കടങ്ങളുടെ വിടുതല്, വേണ്ടതായ തൽക്കാലത്തേക്കുള്ള ഒരു വിടുതല്. യെശയ്യാവിന്റെ പുസ്തകം 10:27 താൻ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മേലുള്ള ഭാരം എടുത്തു മാറ്റി, കൊട്ടവിട്ട് കൈകൾ ഒഴിയുവാൻ, നമ്മുടെ തോളിന്മേൽ നിന്ന് നുകങ്ങൾ ഒടിക്കുവാൻ തൻ്റെ അഭിഷേകവുമായി താൻ ഇറങ്ങി വരികയും അഭിഷേകത്താൽ നുകങ്ങൾ തകർന്നു പോകുകയും വേദന, രോഗം, ദുഃഖം, താൽക്കാലിക ആവശ്യങ്ങൾ എന്നിവ ഇന്ന് പകൽ ദൈവം പരിഹരിക്കുകയും ചെയ്യട്ടെ. അതിനകത്തൊരു ഹീലിംഗ് ഉണ്ട്, ഒരു രോഗസൗഖ്യമുണ്ട്. ഇന്നും രോഗസൗഖ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം ഇന്നത് ചെയ്യട്ടെ. ഞാൻ ഇന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒന്നാണ്, നിത്യമായ ഒരു രക്ഷ കരസ്ഥമാക്കേണ്ടതിനാണ്. 1 തെസ്സലോനിക്കർ 4-ാം 16-17 വാക്യങ്ങളിൽ ഈ കാഹളം, ഏത് കാഹളം? അടിപ്പ് പണിയായി വെള്ളി കൊണ്ടുണ്ടാക്കിയ കാഹളം, കാൽവറിയിൽ രൂപീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു മൃദുല സ്വരമായി കാൽവറിയിൽ വെച്ച് സകല ഭൂസിമവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞവന് തന്റെ പ്രയത്ന ഫലം കാണേണ്ടതിന് തിരിച്ച് മധ്യ ആകാശത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ അവിടെ നിന്ന് ഒരു ഗംഭീരധ്വനി ഊതുന്ന ഒരു ഊത്തിനെ കുറിച്ചാണ് തിരുവചനം പറയുന്നത്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ബാംഗ്ലൂരിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഹുസൂർ റോഡ് സെമിട്രിയിലാണ് ഇവിടെയുള്ള അനേക ദൈവദാസന്മാരെ അടക്കം ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം കല്ലറയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ എഴുന്നേറ്റ് വരും. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഒക്കത്തില്ല. ദൂതന്മാർ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ മരിച്ചവരെ തിരിച്ചു ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മരിച്ചവർ അന്നും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിലാണ് അത് കാണുന്നത്. കൂടെ ജീവനോടെ ശേഷിക്കുന്ന നാം, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, ആ ക്രിസ്തുവിൽ ജീവിക്കുന്നത്, മരിച്ചത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെമനന്റ്. വളരെ കുറച്ചു പേരെ ഉള്ളു മറക്കരുത്, വളരെ കുറച്ചു പേരെ ഉള്ളു മറക്കരുത്. അവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ സുദിനം വരും. തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകേണ്ടതിന്, താൻ പ്രസവിച്ചെടുത്ത കുഞ്ഞുങ്ങളെ കാണേണ്ടതിന് എൻ്റെ യേശു മടങ്ങി വരുന്ന വരവിനെ കുറിച്ചാണ് ആ പറയുന്നത്. യേശുവിൻ്റെ വരവ് അടുത്തുപോയി. തനിക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന മണവാട്ടിയായ ഒരു സഭയ്ക്ക് വേണ്ടി, ഒരു കന്യകയ്ക്ക് വേണ്ടി യേശു മടങ്ങി വരുമെന്ന്, മേഘാരൂഢനായവൻ വരുമെന്ന് മറക്കരുത്. പക്ഷേ ഈ വരവുണ്ടല്ലോ, ഇത് പൊതുലോകം അറിയത്തില്ല. അവരുടെ കണ്ണുകൾക്ക് ഇത് മറവായിരിക്കും. അവരുടെ കാതുകളിൽ ഈ കാഹളധ്വനി എത്തുകയില്ല. മരിച്ചുപോയ മൃതന്മാർ പോലും ഈ കാഹളം കേൾക്കുമ്പോൾ, വിശുദ്ധന്റെ ചെവിയിലിതെത്തുമ്പോൾ, പവിത്രമായി നടക്കുന്നവന്റെ ചെവിയിലിതെത്തുമ്പോൾ അല്ലാത്തവർ കേൾക്കാതിരിക്കുന്ന ഒന്നാണ്. ഇത് പറയുമ്പോഴെല്ലാം ഞാൻ സിസ്റ്റർ മേരി ഗോവൂര് പറഞ്ഞ ഒരു ഉദാഹരണം ഓർപ്പിക്കാറുണ്ട്. സൂചികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ, അല്ലെങ്കിൽ കൊച്ചു ഡ്രിൽ ബിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ, കൊച്ചമ്മ പറഞ്ഞ സൂചികൾ ഒടിഞ്ഞ് തെറിക്കുന്നത് പതിവാ. ഒരു സൂചി തെറിച്ച് തറയിൽ കിടപ്പുണ്ടെങ്കിൽ എല്ലാ മിനിറ്റിലും ഇത് ഒടിഞ്ഞുകൊണ്ടിരിക്കും. അതുണ്ടാക്കുന്ന ഫാക്ടറിയാണ്. നടക്കുന്നവരുടെ കാലിൽ ഇത് കൊണ്ടാൽ
അവരുടെ കാല് പിന്നെ എളുപ്പമല്ല ശരിയായി വരുന്നത്. കാര്യം കൊണ്ടങ്ങ് കയറും. വളരെ പ്രൊട്ടക്റ്റീവായ ഷൂസാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിലും കൊച്ചമ്മയുടെ ചരിത്രം ഇന്നല്ലല്ലോ, 10-60 വർഷത്തിന് മുമ്പിലത്തെ ചരിത്രമായിട്ട് കൂട്ട്. ഇന്ന് ഒത്തിരിയും കൂടെ പ്രൊട്ടക്റ്റീവായ ഷൂ ഉണ്ട്. ഷൂസിനേക്കാൾ പ്രധാനമായിട്ടും അവർ ചെയ്യാറുള്ളത് ഒരു സ്വീപ്പറെ അവിടെ ആക്കിയിട്ടുണ്ട്. എല്ലാ സമയത്തും ആ സ്വീപ്പർ തൂത്തുവാരിക്കൊണ്ടിരിക്കും. സിസ്റ്റർ കോവൂര് പറഞ്ഞ വാചകം ഓർത്തോണം. ആ സ്വീപ്പറുടെ കയ്യിലിരിക്കുന്നത് സാധാരണ ഒരു ചൂലല്ല, പകരം ഒരു പവർഫുൾ മാഗ്നറ്റാ. ഇയാൾ ഈ മാഗ്നറ്റുമായി സദാസമയവും ഇതിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കും. സിസ്റ്റർ കോവൂര് പറഞ്ഞ വാചകം ഞാൻ അതുപോലെ പറയാം. ജോലിക്കാരുടെ ചെരുപ്പേന്ന് തെറിച്ചു വീണ പൊടി ഈ മാഗ്നറ്റ് വരുമ്പോൾ അനങ്ങത്തില്ല. ജോലിക്കാർ അന്ന് കൊണ്ടുവന്ന ബീഡി വലിച്ചേച്ച് കളഞ്ഞ ബീഡിക്കുറ്റികൾ അനങ്ങാതെ തറയിൽ കിടക്കുമ്പോൾ, ബസിന്റെ ടിക്കറ്റ്സിന്റെ തുമ്പുകൾ അനങ്ങാതെ തറയിൽ കിടക്കുമ്പോൾ, ഈ കാന്തത്തെ ആകർഷിക്കുന്ന സൂചിയുടെ കഷണങ്ങൾ ഉണ്ടല്ലോ, ചാടി ചാടി പിടിക്കും. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ തനിക്ക് വേണ്ടി നോക്കി പാർക്കുന്ന തന്റെ സഭയെ ചേർക്കുവാൻ ഒരുക്കപ്പെട്ട കന്യകയ്ക്കായി മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ കല്ലറകളെ വിട്ടുയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ എഴുന്നേറ്റ് വരും, രൂപാന്തരപ്പെട്ടു വരും. മൃഗങ്ങൾ കടിച്ചു കീറി തിന്നവരെ മൃഗങ്ങളുടെ വയറുകളിൽ നിന്ന് വെളിയിൽ വരും, ധാതുക്കളിൽ നിന്ന് അവർ പുറത്തു വരും. സമുദ്രത്തിൽ മരിച്ചവരെ മത്സ്യങ്ങൾ വിഴുങ്ങിക്കാണാം. സകലതും വെളിയിൽ വരുന്ന യജമാനന്റെ കൽപ്പനയുടെ മുമ്പിൽ പ്രതികരിക്കുവാൻ കഴിയുന്ന സകലതിനെയും തിരിച്ചു വിളിക്കുന്ന യേശുവിന്റെ മടങ്ങിവരവിനായി എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ദാസന്റെ പ്രയത്നഫലം കണ്ടാ തൃപ്തനാകും. അന്നാണ് തന്നെ പ്രയത്ന ഫലം കാണുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 23 വാക്യം വായിക്കുമ്പോൾ, 1-ാം നിരയിലും 2-ാം നിലയിലും 3-ാമത്തെ നിരയിലും 4-ാമത്തെ നിരയിലും അവനവൻ ചെയ്ത പ്രവൃത്തികൾക്കൊത്തവണ്ണം പ്രത്യേക തേജസ്സുകൾ ധരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ ദൈവമക്കളെ മുൻനിരയിൽ നിൽക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ഇന്ന് ഒന്നുകൂടെ പ്രതിഷ്ഠിക്കാം. ഇന്നൊരു പ്രധാന ദിവസമാണ്. നമ്മുടെ ജീവിതത്തെ ഇന്ന് ഒന്നുകൂടെ പ്രതിഷ്ഠിക്കാം. ഇന്നൊരു പ്രധാന ദിവസമാണ്. കാഹളം ധ്വനിക്കുന്ന ദിവസമായിരിക്കാം. നമുക്കറിഞ്ഞുകൂടാ എന്നാ കർത്താവ് തന്റെ കാഹളം ധ്വനിപ്പിക്കുന്നതെന്ന്. എന്ന് ധ്വനിപ്പിച്ചാലും ഇന്നതിന്റെ ഓർമ്മ ദിവസമാണ്. ആ ദിവസം അടുത്തു 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 അത് ഏറ്റവും അധികമായി അടുത്തു കഴിഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങൾ കൊത്തവണ്ണം സകലത് നിവർത്തിയാകുകയാണ്. 6 ദിവസം വേല ചെയ്ത ശേഷം 7-ാം നാളിൽ സ്വസ്ഥനായിരിക്കുവാൻ പറഞ്ഞവൻ 6000 വർഷം മനുഷ്യന് കൊടുത്തത് തികഞ്ഞു കഴിഞ്ഞാൽ 6000 വർഷം തികയുന്നത് ഇന്ന് വൈകിട്ട് 4 മണിക്കായി ഇന്ത്യൻ ടൈം. ദിവസത്തിന്റെ പ്രത്യേകത അതാ. കഴിഞ്ഞ തലമുറകൾ കണ്ടിട്ടില്ല ഒരു പുതിയ യുഗത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. ഇത് കാണുവാൻ പദവി ലഭിച്ചവർക്കായി സ്തോത്രം. ഇന്ന് വൈകിട്ട് 4 മണിയാണ്. ഇസ്രയേലിൽ നാളെയാണ് റോഷ് ഹോശാന, അതായത് അടുത്ത വർഷം ആരംഭിക്കുന്നത്. ഈ നാളെ എന്ന് പറയുമ്പോൾ മറക്കരുത്, സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ് അവരുടെ ദിവസം. അവിടെ ഞായറാഴ്ച തുടങ്ങണമെങ്കിൽ ശനിയാഴ്ച വൈകിട്ടേ തുടങ്ങിയിരിക്കും. തിങ്കളാഴ്ച തുടങ്ങണമെങ്കിൽ ഞായറാഴ്ച വൈകിട്ടേ തുടങ്ങിയിരിക്കും. 3-ാം തീയതി തിങ്കളാഴ്ച അവിടെ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് തുടങ്ങുന്നത്. ഇസ്രയേലിൻ്റെ സമയം വൈകിട്ട് 6 മണി. ഇസ്രയേലിൻ്റെ സമയം വൈകിട്ട് 6 മണിയാകുമ്പോൾ ഇന്ത്യയുടെ സമയം വൈകിട്ട് 4 മണിയാകത്തുള്ളൂ. 2 മണിക്കൂർ സോണൽ ചേഞ്ച് ഉണ്ട്. 2 സോണില ടൈം സോണിലാണ് നമ്മൾ. അതുകൊണ്ട് അവിടുത്തെ സമയവും ഇവിടുത്തെ സമയവും തമ്മിൽ 2 മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 4 മണിയാകുമ്പോൾ ഈ യുഗം തീർന്നു, പുതുയുഗം ആരംഭിക്കുക. ഈ യുഗം തീർന്നു, പുതുയുഗം ആരംഭിക്കുകയാണ്. കാഹളധ്വനികളുമായി അവരെഴുന്നേൽക്കും. എൻ്റെ കർത്താവ് കാഹളധ്വനിയുമായി മടങ്ങി വരേണ്ട സമയമായി നമുക്ക് വരവിനെ നോക്കി പാർത്തിരിക്കാം. അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ബ്ലെസ്സഡ് ആൻഡ് ഹോളി ആർ ദ വൺ പാർട്ട് ഇൻ ദ ഫസ്റ്റ് റിസറക്ഷൻ, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ആരാണ് 1-ാം പുനരുത്ഥാനത്തിൽ കയറുന്നവൻ? വിശുദ്ധിയായി ജീവിച്ചവൻ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ചു, വാ കൊണ്ട് തന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞു, യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ജീവിത വിശുദ്ധി സൂക്ഷിച്ചു, ദൈവകൃപയിൽ നടക്കുന്ന ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, അവരോടാണ് ദൈവത്തിന് പറവാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാണ്. അവർ ദൈവത്തിന് പുരോഹിതന്മാരായിരിക്കും. അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും.
എല്ലാവരും പുരോഹിതന്മാരാകുമെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എല്ലാവരും ദൈവത്തെ ആരാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ആരാധിക്കുവാൻ അർഹതയുള്ളത് ലേവി ഗോത്രത്തിന് മാത്രമേ ഉള്ളൂ. ലേവി ഗോത്രത്തിൽ എല്ലാവരും ആരാധിക്കത്തില്ല. അതിനകത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തുള്ളൂ. ആകയാൽ രാജകീയ പുരോഹിത വർഗമാക്കി കർത്താവ് നമ്മെ തീർത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു നാഴിക വരികയാണ്. അവർ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാ. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരവരായിരിക്കും. അവളെക്കുറിച്ച്, ആ എഴുന്നേറ്റ് വരുന്ന സഭയെ കുറിച്ച് പറയുകയാണ്, അവളാണ് മണവാട്ടി. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവന്റെ മണവാട്ടി, അവന്റെ ഭാര്യ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവളുടെ പ്രത്യേകത തന്നെത്താൻ ഒരുക്കുന്നവളാ. കൃപയാൽ ദൈവം എന്നെ ഒരുക്കും, വളരെ നല്ലത്. പക്ഷേ അവരെയല്ല ഉയർത്തെഴുന്നേൽപ്പിൽ കാണുന്നത്. അവന്റെ വിശുദ്ധ സഭയാകുന്ന മണവാട്ടി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരുക്കുവാൻ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുക്കുവാൻ നമ്മെ തന്നെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്റെ കറ ചുളുക്കം വാട്ടം മാലിന്യമേയില്ലാത്തതായി ഒരു നിഷ്കളങ്ക മണവാട്ടിയായി അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടതിന് ഞാൻ ഇതാ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, വിശുദ്ധ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് തിരുമുമ്പിലേക്ക് ഞാൻ വരികയാണ്. എന്നെ ഒരുക്കണമേ, ഞാനിതാ ഒരുങ്ങാൻ തയ്യാർ എന്ന് പറയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അവളാണ് മണവാട്ടി. അവളുടെ നെറ്റിമേൽ പിതാവിന്റെ നാമവും. വെളിപ്പാട് പുസ്തകം 14:1 ദയവായിട്ടൊന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 14:1 ദയവായിട്ടൊന്ന് വായിക്കാമോ? അവളുടെ നെറ്റിമേൽ പിതാവിന്റെ നാമവും മുദ്രയും ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഞാനൊരു കൂട്ടരെ കാണുകയാണ്. അവരുടെ നെറ്റിയിൽ ദൈവത്തിന്റെ നാമം എഴുതിയിരിക്കുക. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പെന്തിക്കോസുകാരൻ അന്ന് അറിയാതിരിക്കാൻ അത് പറയാതെ നടക്കുന്നവരുണ്ട്. എന്നാ കാര്യമെന്നറിയാമോ? ആ നാമം എഴുതി കണ്ടാൽ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. പിശാചിനെ കൂടെ പ്രീതിപ്പെടുത്തേണ്ടതിന് വേണ്ടി എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നിൽക്കുന്നതല്ല കൂട്ടത്തിലുള്ളത്. നെറ്റിമേ നാമം എഴുതപ്പെട്ടവരായി. മറക്കരുതേ, വെളിപ്പാട് പുസ്തകം 7:5 മുതൽ 9 വരെ വായിക്കുമ്പോൾ അവർ മുദ്രയേറ്റവരാണ്. ആ മുദ്രയേക്കുന്നവർ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. എഫെസ്യ ലേഖനം 4:30 വരുമ്പോൾ ആത്മാവെന്ന മുദ്ര നമുക്ക് തരികയും അച്ചാരമായി അതിനെ തരികയും ചെയ്ത് വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ആത്മാവിന്റെ അച്ചാരം ഏറ്റുവാങ്ങിയവരാണ്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ അതുള്ളവരാകയാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7:3 വായിക്കാമോ? നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വർഗത്തിൽ ദൂതൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ചിലരുടെ നെറ്റിയിൽ മുദ്രയിടാൻ പോകുക, അടയാളമിടാൻ പോകുക. ഈ ഭൂമിയിൽ 10,000 ഒരുമിച്ചിരിക്കുമ്പോൾ, 2,000 കസേരകൾ ഒരുമിച്ച് ഇവിടെ ഇട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന അശുദ്ധ നിമിത്തം കരയുന്ന ചിലരുണ്ട്. കുഴപ്പമില്ലെന്ന് പറയുന്ന പലരും കണ്ടേക്കാം. മ്ലേച്ഛതകൾ നിമിത്തം നിലവിളിച്ച് കരയുന്ന ഒരു വിഭാഗം ആത്മാക്കളുണ്ട്. അവരുടെ നെറ്റിമേ ഞങ്ങൾക്കൊരു മുദ്ര ഇടേണ്ടതുണ്ട്. യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ പിതാവിന്റെ നാമം എഴുതുവാൻ തന്റെ മുദ്രയേറ്റവരായി ഒരു വിഭാഗത്തെ മാറ്റേണ്ടതിന് ഞങ്ങൾക്ക് കുറെ മുദ്രയിടാനുണ്ടെന്ന് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12-ൽ നിന്നും 1200 പേരെ വീതം മുദ്രയിട്ട് പഴയ നിയമത്തിൽ നിന്ന് മാറ്റുകയാണ്. പുതിയ നിയമത്തിലോ കയ്യിൽ കുരുത്തോലകളുമായി ഹല്ലേലൂയ ഓശാന എന്ന് വിളിച്ചുകൊണ്ട് ആർത്ത് വിളിക്കുന്ന ഒരു മഹാപുരുഷാരം, എണ്ണി തീർക്കാൻ ഒക്കാത്തതുപോലെ ഒരു മഹാപുരുഷാരം. അവരെല്ലാവരും കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അനുഗമിക്കേണ്ടതിന് വെള്ള ധരിച്ചുകൊണ്ട് നടക്കുവാൻ വരം ലഭിച്ച, കൃപ ലഭിച്ചവരാണ്. അവരെ കുറിച്ച് എഫെസ്യർ 4:30 പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ട് വെച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. നമുക്ക് അച്ചാരം തന്നു, നമ്മെ മുദ്രയിട്ടു, നമ്മെ വിലക്കെടുത്തിരിക്കുക. ആ മുദ്രയുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Sealed and given with an advance. 2 കൊരിന്ത്യർ 1:22 കൂടെ വായിച്ചാട്ടെ, എന്നിട്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറും. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഈ അച്ചാരം തരിക എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് തരിക എന്ന വാക്കിന്റെ അർത്ഥം. അഡ്വാൻസ് തരിക എന്ന്. ഞാനൊരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി ഒരിടത്ത് പോയാൽ
മേ ബി ഒരു ടോക്കൺ അഡ്വാൻസ്, അതിനുശേഷം ഒരു അഡ്വാൻസ് കൊടുത്തേച്ച് ഒരു കോൺട്രാക്റ്റ് എഴുതും. ദൈവമക്കളും ദൈവവുമായിട്ട് ഒരച്ചാരം തന്ന് കോൺട്രാക്റ്റ് എഴുതിയിരിക്കുക. എന്നെ അച്ചാരം എന്നറിയാമോ? ഹൃദയത്തിൽ തന്ന പരിശുദ്ധാത്മാവ്. ഇന്നതിനെ സൂക്ഷിക്കുന്ന ദൈവപൈതൽ ഉണ്ടോ? കർത്താവിൻ്റെ അച്ചാരം വെച്ചിരിക്കുക. ഇന്ന് പകൽ അച്ചാരമുള്ള ദൈവമക്കൾക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജോൺ രൂപൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, യഹൂദൻ്റെ മര്യാദ പ്രകാരം വിവാഹത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ട് വിവാഹം ആലോചിക്കേണ്ടതിന് ഒരു പുരുഷനും തൻ്റെ പിതാവും കൂടെ ചേർന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് അവിടെ കൈമാറും. ഒന്ന് വരൻ്റെ അല്ലെങ്കിൽ യുവാവിൻ്റെ ഫാമിലി ഹിസ്റ്ററി, ഏറ്റവും കുറഞ്ഞത് 40 തലമുറ വരെയുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി എഴുതി ആ പെൺകുട്ടിക്ക് കൊടുത്തിരിക്കും. കാരണം അവൾ ഇത് അറിഞ്ഞിരിക്കണം, ഏത് കുടുംബത്തിലോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാ. രണ്ടാമത്തെ ഭാഗം അവൻ ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് മുഴുവനും എഴുതിയിരിക്കും. അവൻ്റെ രുചി എന്തുവാണ്, അവൻ്റെ ഇച്ഛ എന്തുവാണ്, അത് മുഴുവനും എഴുതിയിരിക്കും. അതിന് തയ്യാറുള്ളവൾ മാത്രമേ വരാവൂ. ഇത് കാണിക്കേണ്ടതിന് വേണ്ടി അങ്ങോട്ട് എഴുതി കൊടുക്കും. പാസ്റ്റർ ജോൺ രൂപൻ ഇവിടെ വെച്ച് പറഞ്ഞത് ഓർമ്മയുള്ളവർക്കായി സ്തോത്രം. അതാണ് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും തലമുറകളുടെ കണക്കിങ്ങോട്ട് എഴുതി തന്റെ 40 തലമുറകൾ യേശു ഇന്നാരാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൈമാറിയത്. ഞാൻ ഈ യാത്രയിൽ യഹൂദ പാരമ്പര്യമുള്ള ചിലരെ കണ്ട് ഞാൻ ഒരു ഡൗട്ടിന് വേണ്ടി ചോദിച്ചു. യഹൂദ പരിചയമുള്ള പാരമ്പര്യമല്ല, പരിചയമുള്ള ചിലരെ കണ്ടിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഭാഗം കൂടെ ഇതിന് ബാക്കിയുണ്ട്. ഈ പെൺകുട്ടി ഇത് മുഴുവനും വായിച്ചു നോക്കിയിട്ട് അവിടെ അപ്പനും പെൺകുട്ടിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടാൽ ഏറ്റവും ഗൗരവമായി ഇതങ്ങ് അംഗീകരിക്കും. അഥവാ അവരങ്ങനെ അംഗീകരിക്കാതെ വന്നാൽ, അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം ഈ യുവാവും അവൻ്റെ പിതാവുമായി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വീഞ്ഞ് എടുത്തു കൊടുക്കും. ആ വീഞ്ഞ് പാത്രത്തിൻ്റെ മേളിലോട്ട് അടപ്പായിട്ട് ഈ കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സ് വെച്ചേക്കെന്ന് പറഞ്ഞാൽ കുടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ. ഐ ഡോണ്ട് കെയർ ഫോർ ഇറ്റ്, ഐ നെഗ്ലക്റ്റ്. നമ്മിൽ പലരും ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചേച്ച് നെഗ്ലക്റ്റ് ചെയ്തൊന്ന് മറക്കല്ലേ, നെഗ്ലക്റ്റ് ചെയ്തൊന്ന് മറക്കല്ലേ. അത് സൂക്ഷിക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. അവർക്ക് കർത്താവ് കൊടുത്ത പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിൻ്റെ അഡ്വാൻസാണ്. ഞാനൊരു വസ്തുവിന് അഡ്വാൻസ് കൊടുത്താൽ ഇറ്റ് മീൻസ് ഞാനത് വാങ്ങാൻ പോകാം. എനിക്ക് വേണ്ടി അഡ്വാൻസ് തന്നതിനായി സ്തോത്രം. നാം താന്തങ്ങൾക്കുള്ളവരല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയതാകയാൽ മറ്റൊരു യജമാനൻ്റെ വകയാണ്. ഐ ഹാവ് സംതിങ് ഏണസ്റ്റ്. മറക്കരുത്, യേശു മാത്രമല്ല വരുന്നത്, എതിർ ക്രിസ്തുവും വരുന്നുണ്ട്. അവനും മുദ്രയിടുന്നവനാ, അവനും നെറ്റിക്കെഴുതുന്നവനാ. അവൻ കൈമേലാണെന്നെങ്കിലും അവൻ എഴുതി വെക്കും. അവനും എഴുതാനുണ്ട്, മുദ്രയിടാനുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ വിശുദ്ധന്മാർ, യേശുവിനാൽ മുദ്രയിടപ്പെട്ടവർ, പരിശുദ്ധാത്മാവിന്റെ അച്ചാരം വാങ്ങിയവർ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും എടുക്കപ്പെടുകയും ചെയ്യും. എടുക്കപ്പെട്ടാൽ നാം നേരെ പോകുന്നത് മധ്യ ആകാശത്തിലേക്കാ. വിശദീകരിക്കുന്നില്ല. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുന്നേൽക്കുന്ന ദൈവമക്കൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. ക്രിസ്തുവിന്റെ ന്യായാസനം മാത്രമേ ഉള്ളൂ അല്ലെന്നേ. റോമാലേഖനം 14:10 ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. ചില തർജ്ജമകളിൽ രണ്ടിനെയും ക്രിസ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്, നോ പ്രോബ്ലം. യേശുവെന്നും ദൈവമെന്നും ഒക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയായതയാൽ സ്തോത്രം. എന്നാൽ ക്രിസ്തുവിൻ്റെ സിംഹാസനമെന്നും ദൈവത്തിൻ്റെ സിംഹാസനമെന്നും രണ്ടായി പറയുവാൻ കാരണമുണ്ട്. അവിടെ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നതാണ്. അത് ന്യായക്കോടതിയാണ്. പക്ഷേ കോടതി ശിക്ഷാവിധിയുടെ കോടതിയല്ല, അതിനെ ബീമ കോർട്ട് എന്നാണ് വിളിക്കുന്നത്. അതായത് ഗ്രീക്കിൽ ബേമ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം സ്ഥാനനിർണയം നടത്തുന്ന കോടതി. സ്പോർട്സിലും ഗെയിംസിലും ജയിക്കുന്നവർക്ക് 1-ാം സ്ഥാനമാർക്ക് 2-ാം സ്ഥാനമാർക്ക് എന്ന് തീരുമാനിക്കുന്ന സ്ഥാനനിർണയം നടക്കുന്ന കോടതി. നരകത്തിൽ പോകുന്നതിനെ അങ്ങോട്ട് അയക്കത്തില്ല, സ്വർഗത്തിൽ ഇരിക്കുവാനുള്ളതിനെയാണ് അവിടേക്ക് അയക്കുന്നത്. വിശുദ്ധ സഭയാണ് എടുക്കപ്പെട്ടത്. അതിൽ തന്നെ സ്ഥാനവ്യത്യാസങ്ങളുണ്ട്. കർത്താവ് ചിലർക്ക് സിംഹാസനങ്ങൾ കൊടുത്തവരെ മാനിക്കും. യേശു ക്രിസ്തു അവരുടെ വേദനകൾ എടുത്തു മാറ്റും. യേശു അവിടെ ഭരിക്കുവാൻ വേണ്ടി അവരെ എടുക്കും. മധ്യാകാശത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത്തേത് റിവാർഡുകൾ കൊടുക്കും, ക്രൗൺസ് അവർക്ക് കൊടുക്കും. യേശു രാജ്യത്വം ഏറ്റെടുക്കും. യേശുവിൻ്റെ സഭ തന്നെത്താൻ ഒരിക്കവളുമായി യേശു വിവാഹബന്ധത്തിൽ ഏർപ്പെടും. ഇതാണ് മധ്യാകാശത്തിൽ നടക്കുന്നത്. തേജസ്സിൻ്റെ കിരീടങ്ങൾ, വാടാത്ത കിരീടങ്ങൾ, 3-4 കിരീടങ്ങൾ തിരുവചനത്തിലുണ്ട്. കിരീടങ്ങൾ അണിയിക്കുന്ന മധ്യാകാശത്തിനായി കർത്താവിനെ വാഴ്ത്തും. നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റെടുക്കൂ. അതോ ഒരു ചുമ്മാ പറഞ്ഞെന്ന് പറയുമോ?
എല്ലാം സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ മറുതലിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് അറിയുക. അവരെ എഴുതിത്തള്ള്. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെ പ്രതിഫലങ്ങൾ പകുക്കുന്ന, താലന്തുകൾ തരുന്ന, കിരീടങ്ങൾ തരുന്ന ആ സുദനത്തിന് വേണ്ടി കാത്തിരിക്കാം. മറുവശത്ത് എതിർ ക്രിസ്തു ദ സിംഗിൾ വൺ വേൾഡ് ഗവൺമെന്റുമായി വരികയാ. എതിർ ക്രിസ്തു വൺ വേൾഡ് ഗവൺമെന്റുമായി വരികയാ. വൺ വേൾഡ് റിലിജിയനുമായി വരികയാ. സഭ സ്വർഗത്തിൽ മധ്യാകാശത്തിൽ ഇരിക്കുമ്പോൾ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയായി. ആദ്യത്തെ 3.5 വർഷം സോഫ്റ്റായും രണ്ടാമത്തെ 3.5 വർഷം ലോകമുണ്ടായത് മുതൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ആ ഭയങ്കര കഷ്ടകാലം അഴിച്ചു വിട്ടും കൊണ്ട് അവനിവിടെ ഭരിക്കാൻ പോകുകയാ. അന്ന് സഭ യേശുവിനോടുകൂടെ ആയിരിക്കും. എതിർ ക്രിസ്തു ഈ മണ്ണിൽ ഭരിച്ചിരിക്കും. ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞായിരുന്നു, UNO ആണ് ഇതിലെ പ്രധാന ഘടകങ്ങളിലൊന്ന്. ന്യൂയോർക്കിലെ UNOയുടെ മുമ്പിൽ പോയി, എൻ്റെ ദൈവമേ, സമയത്തിന് മുമ്പേ വെളിപ്പെടാതെ യവനെ ബന്ധിച്ചു നിർത്തണേ എന്ന് പറയുവാൻ കൃപ തന്ന ദൈവത്തെ വാഴ്ത്തുന്നു. കൃപ അനേകർക്ക് കർത്താവ് തരട്ടെ. സഭ ഒരു മിഷണറി സഭയായിരിക്കുമെന്ന് ഒരിക്കൽ ദൈവം പറഞ്ഞു. ആത്മയുദ്ധത്തിൽ സഭയ്ക്ക് പങ്കുണ്ടെന്ന് ദൈവം ഒരിക്കൽ പറഞ്ഞു. സഭയെ പ്രതിനിധീകരിക്കുവാൻ, ദൈവമേൽപ്പിച്ച സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ കർത്താവ് ഇതുവരെ നടത്തുന്ന കൃപയ്ക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ റീഡെഡിക്കേറ്റ് ചെയ്യാം. Many will be left out. എന്നെ ഒരു സഹോദരൻ, നമ്മുടെ ചർച്ചിലുള്ള ഒരു സഹോദരനാണ്, എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ, ആരെല്ലാം പ്രസംഗിച്ചാലും എല്ലാവരും നന്നാകില്ലെന്നുള്ളത് ഉറപ്പാണ്. നമ്മളെല്ലാം നന്നാകാൻ യോഗ്യതയുള്ളവരാ. സമയം തീർന്നിട്ടില്ല. വി ആർ എലിജിബിൾ. ഒന്ന് അപ്ലൈ ചെയ്യ്. IAS അപ്ലൈ ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ ഒക്കത്തില്ലെന്ന് എനിക്ക് ആശയമുണ്ട്, പക്ഷേ ഏജ് കഴിഞ്ഞു പോയി. ഒരു നല്ല ജോലിക്ക് അപ്ലൈ ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ എലിജിബിൾ അല്ലെന്ന് എനിക്ക് എന്നെ കൊണ്ട് ഒക്കുകയില്ല. പക്ഷേ ഇന്നും ഒരു യോഗ്യമായ ജീവിതത്തിന് എലിജിബിലിറ്റി ഉള്ളവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യാത്ത, നീചത്വങ്ങളിൽ ഇടപെടാത്ത, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തെ 1ാം സ്ഥാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന, ഇന്നെന്റെ മുമ്പിലിരിക്കുന്ന സകലരും, ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്ന ജനലക്ഷങ്ങൾക്കും ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ അവസരമുണ്ടെന്ന് വിളിച്ചു പറയുകയാണ്. അനേകർ ഉപേക്ഷിക്കപ്പെടും. നാം ഉപേക്ഷിക്കപ്പെടാതിരിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആരൊക്കെയായിരിക്കും രക്ഷ പ്രാപിക്കുന്നത്? മറക്കല്ലേ, മില്ലീനിയം റൂൾ ഇവിടെ നടക്കും. ഈ എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ചാടാനേ ഒക്കത്തുള്ളൂ. എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് ശേഷം എൻ്റെ യേശു രാജാവായി ഈ മണ്ണിൽ ഭരിക്കും. തൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കും എന്ന് പറയുന്ന വാക്കിനെ ചൊല്ലി ഒരു ഇന്റർപ്രിട്ടേഷൻ ഒരാൾ പറഞ്ഞു. MA ബ്രീസ് പറഞ്ഞാലും തെറ്റിദ്ധരിക്കരുത്, അത്രയൊന്നും പറയാൻ എനിക്കറിയാൻ വയ്യ. കേൾക്കുന്ന ഒരുപാട് പേര് കളിയാക്കും. നിങ്ങളുടെ അത്രയും ബുദ്ധിയേ എനിക്കുള്ളൂ, നമുക്ക് രണ്ടും ഇത് മനസ്സിലാകുകയില്ല. പക്ഷെ ആരോ ദൈവകൃപ ഉള്ളവൻ പറഞ്ഞു എന്ന് കേട്ടോണം. ദാവീദ് 39.5 വർഷമാണ് രാജ്യം ഭരിച്ചത്. തിരുവചനത്തിന്റെ കണക്ക് നോക്കിയാൽ ദാവീദ് 39.5 വർഷമാണ് രാജ്യം ഭരിച്ചത്. എൻ്റെ യേശു മേഘാരൂഢനായി എടുക്കപ്പെട്ട ശേഷം 39.5 ജൂബിലി തികഞ്ഞിരിക്കുകയാണ് ഈ 2016. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കേണ്ടതിന് എഴുന്നള്ളി വരുന്നവനായ ക്രിസ്തു തന്നോടുകൂടെ സിംഹാസനങ്ങൾ ഇരുന്ന് ഭരിക്കേണ്ടതിന് എനിക്കും നിങ്ങൾക്കും വരം തന്നിരിക്കയാൽ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ അവൻ എങ്ങനെ പോയോ അതുപോലെ മടങ്ങി വരുമെന്ന് തിരുവചനം പറയുകയാണ്. ഞാൻ അവിടുന്ന് എളുപ്പം മാറിക്കോട്ടെ, പോകാതിരിക്കാൻ ഒക്കത്തില്ല. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ യേശു മടങ്ങി വരികയാണ്. തന്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വരും. ഒറ്റയ്ക്കല്ല നാം മടങ്ങി വരുന്നത്, തന്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വരും. അത് പരസ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21:27 യേശു ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് എല്ലാ കണ്ണുകളും കാണുക പരസ്യമായി എഴുന്നള്ളി വരുന്ന ഒരു വരവുണ്ട്. വെളിപ്പാട് പുസ്തകം 20:11 ഞാൻ കണ്ടു, ഒരു വെള്ള സിംഹാസനം വെച്ചിരിക്കുന്നത് കണ്ടു, അതിന്മേലിരുന്ന് ന്യായം വിധിക്കുവാൻ തന്റെ ഭക്തന്മാരുമായി ആദ്യത്തെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെട്ട ദൈവസഭയുമായി മടങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, അതിനകത്ത് എടുക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമോ? 1000 വിശുദ്ധന്മാരുമായി പണ്ട് രഹസ്യമായിട്ടാണ് ഇവർ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. രഹസ്യമായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയത്. ഒരൊറ്റ കാഹളധ്വനിയെങ്കിൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തും. ക്രിസ്തുവിൽ ജീവനോട് ഇരുന്നവർ രൂപാന്തരം പ്രാപിച്ചും. ലോകത്തോട് അനുരൂപപ്പെടാഞ്ഞവർ, ക്രിസ്തുവിന് വേണ്ടി മാറി നിന്നവർ അങ്ങോട്ട് എടുക്കപ്പെട്ടവരാണ്. തന്റെ എല്ലാവരും കാണുക, അവനെ കുത്തിയവർ കാണുക, പരിഹസിച്ചവർ കാണുക. 1000 വിശുദ്ധന്മാരുമായി ആ പോയ ദൈവജനവുമായി മടങ്ങി വരുന്ന ഒരു വരവുണ്ട്. അത് നിശ്ചയമാ. സ്തോത്രം.
തന്നോട് വന്നിരുന്ന I saw a great white throne. വെളിപ്പാട് പുസ്തകം 20:11 ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം രണ്ടാമതൊരു പുനരുത്ഥാനമുണ്ട്. അധർമ്മം ചെയ്തവനും പാപം ചെയ്തവനും ഒരുമിച്ച് കയറുവാൻ രണ്ടാമതൊരു പുനരുത്ഥാനമുണ്ട്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാണെങ്കിൽ രണ്ടാം പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരുന്നവർ ലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരികയാണ്. പാറകളെ നിങ്ങളെ മറയ്ക്കുക, കുന്നുകളെ നിങ്ങളുടെ മേൽ വീഴുക. കുഞ്ഞാടിന്റെ കോപം വന്നു, സഹിപ്പാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. ഒന്നാം പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടാത്ത പലരും അവരെ ട്രിബുലേഷൻ സെയിൻസ് എന്നാണ് വിളിക്കുന്നത്. രണ്ടാം പുനരുത്ഥാനത്തിലേക്ക് മേക്കപ്പ് ചെയ്യും. ട്രിബുലേഷൻ പീരീഡിൽ ഇതിനകത്ത് ഒത്തിരി പേര് രക്ഷപ്പെടും. ഇന്ന് രാവിലെ ഒരാളിനോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, പല നല്ല സഭകളും കൈവിടപ്പെട്ടു പോയാൽ ട്രിബുലേഷൻ പീരീഡിൽ എന്തോ വേണമെന്ന് പ്രിന്റ് ചെയ്ത ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മിൽ പലരും ഇതൊന്നും അറിയുന്നില്ല. ലോകം വേറൊന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. തിങ്സ് ഹവ് ചേഞ്ച്ഡ്. ഞാനിതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. 500 കൊല്ലം മുമ്പേ അപ്പൂപ്പൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയാം. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം, പണം. ആരേലും ദൈവവചനം പ്രസംഗിക്കുന്നവരെ കുറ്റം പറഞ്ഞു നടക്കുവാനും. എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ തീ കത്തിക്കുവാൻ ആവശ്യത്തിന് വിറകില്ലാഞ്ഞ സാഹചര്യങ്ങളിൽ നനഞ്ഞു കിടന്ന കുറെ വിറകെടുത്ത് എൻ്റെ വീട്ടിലെ വേലക്കാരത്തി വളരെ വളരെ ബുദ്ധിമുട്ടി ഊതി തീ കത്തിച്ചു. കത്തിത്തുടങ്ങിയപ്പോൾ എൻ്റെ മോൻ ഒരു തമാശ കുറച്ച് വെള്ളം കോരി അങ്ങോട്ട് ഒഴിച്ചാൽ വേലക്കാരത്തി സഹിക്കുകയില്ലെന്ന്. ഉണങ്ങിക്കിടന്ന മണ്ണിൽ നിന്നൊരു ഉണർവിന് ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ദൈവം സഭയ്ക്കൊരു അവസരം തന്നെങ്കിൽ അത് ഊതിക്കെടുത്തുന്ന പരിഹാസികളെ, ഊതിക്കെടുത്തുവാൻ ശ്രമിക്കുന്ന പരിഹാസികളെ മാറിക്കോളാം. ദൈവസഭ പറയേണ്ടത് പറഞ്ഞേ മതിയാകൂ. ദൈവസഭ പറയേണ്ടത് പറഞ്ഞേ മതിയാകൂ. ഒരു വെള്ളസിംഹാസന ന്യായവിധി ഉണ്ടായിരിക്കും. ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. ഇന്നിനി അതിനെക്കുറിച്ച് എനിക്ക് എടുക്കാൻ സമയം കിട്ടത്തില്ല. 1-2 കാര്യങ്ങളുടെ ഓർപ്പിച്ച് വെച്ച് ഞാൻ എളുപ്പം അങ്ങ് പോകാം. നാം റെഡിയാണോ എന്ന് ചോദിക്കാൻ. നവംബർ മാസത്തിൽ ഇവിടെ വെച്ച് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കഴിയുമെങ്കിൽ അന്ന് വരെ നമ്മളുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ അല്പം ഗൗരവമായി എടുക്കാം. ഇന്നത് ഗൗരവമായി എടുക്കാൻ ഒക്കത്തില്ല. നമ്മുടെ സമയത്തിൻ്റെ പരിധി അത്രയേ ഉള്ളൂ. ഹോൾ സെലിബ്രേറ്റിംഗ് സകല സൃഷ്ടിയും ഈറ്റുനോവോടെ ഞരങ്ങുക. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് സൃഷ്ടിയുടെ ശാപം പൊട്ടിയില്ല. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് പലതും നടന്നിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഒടുക്കത്തെ ശത്രുമായി മരണം നീങ്ങിപ്പോകുന്നത് വരെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആത്മാവിൻ്റെ അഭിഷേകമുള്ള നാം ജഡത്തിൽ ഞരങ്ങുകയാ. എന്തിനു വേണ്ടി? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. ഭൂമി ഞരങ്ങുമ്പോൾ യേശുവിന്റെ മടങ്ങിവരവിന് വേണ്ടി ഞാൻ നിങ്ങളും ഞരങ്ങുകയാണ്. സകല സൃഷ്ടിയും ഈറ്റുനോവോടെ 6000 കൊല്ലമായി ഞരങ്ങുകയാ. എന്റെ കർത്താവിനൊന്ന് പറയാനുണ്ട്, വിശ്രമിച്ചോ, ഞാൻ വിശ്രമം തരാൻ പോകുകയാ. താനത് വാക്ക് പറഞ്ഞു, 7-ാം നാൾ സ്വസ്ഥത ആചരിച്ചേ മതിയാകുള്ളൂ. സൃഷ്ടിക്ക് സ്വസ്ഥത കൊടുക്കുവാൻ എന്റെ ദൈവം കടംപെട്ടവനാ. തന്റെ സൃഷ്ടിയാണ് ഈ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു, യഹൂദന്മാർ റെഡിയാ. അവരുടെ ദേവാലയം പ്രതിഷ്ഠിക്കുവാൻ സ്പേസ് ഒന്ന് കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കയാ. അവർ റെഡിയാ. യേശു റെഡിയാ. കാഹളവുമായി യേശു റെഡിയാ. കലണ്ടർ കഴിയാറായി. ടൈം തികഞ്ഞു. സമയം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കയാ. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കയാ. സമയം തികഞ്ഞു. ആൻഡ് ക്രൈസ്റ്റ് ഈസ് റെഡി വിത്ത് ഹിസ് സിസ്റ്റം. എതിർ ക്രിസ്തു അവന്റെ സിസ്റ്റവുമായി റെഡിയായി കഴിഞ്ഞിരിക്കയാ. എന്റെ ചോദ്യം, ബഥേൽ നാം റെഡിയായോ? ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ട്. വരുന്ന ഒരു വർഷത്തേക്ക് നമ്മൾ കടക്കുമെങ്കിൽ കൊടുത്തു തീർക്കാനുള്ളത് മുഴുവനും കൊടുത്തു തീർത്ത്, പറഞ്ഞു തീർക്കാനുള്ളത് മുഴുവനും പറഞ്ഞു തീർത്ത് ഒരു നിഷ്കളങ്ക സഭയായി ലോകത്തിലും ദൈവത്തിനും മാന്യത സൂക്ഷിക്കുന്ന ഒരു വിഭാഗമായി മുന്നോട്ട് കയറുവാൻ ഞാൻ ഒന്നുകൂടെ ഈ അവസരം ഉപയോഗിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാൻ, ഉറപ്പാക്കേണ്ടവയെ ഉറപ്പാക്കുവാൻ, ത്യജിക്കേണ്ടതിനെ ത്യജിക്കുവാൻ, എറിഞ്ഞു കളയേണ്ടതിനെ എറിഞ്ഞു കളയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആർ വി റെഡി? എതിർ ക്രിസ്തു റെഡിയാ. യേശു ക്രിസ്തു റെഡിയാ. എതിർ ക്രിസ്തുവിന്റെ സിസ്റ്റം റെഡിയാ.
ദൈവത്തിന്റെ സഭ റെഡിയാ, ദൂതന്മാർ റെഡിയാ, കാഹളങ്ങളുമായി അവർ നിൽക്കുകയാണ്. പിതാവിന്റെ കൽപ്പന എപ്പോൾ ലഭിക്കും? യേശുവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ഏത് സമയത്തും ഏത് നാഴികയെന്നും ഏത് ദിവസമെന്നും പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഒരു വിശദീകരണം ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്കറിയാം അത് ഉറപ്പല്ലെന്ന്. റോഷോശാന ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതെ, അങ്ങനെ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ഉറപ്പല്ല. കാരണം മുസ്ലിംസിൻ്റെ ഫെസ്റ്റിവൽസ് നടക്കണമെങ്കിൽ ചന്ദ്രനെ കാണണം. ഇതുപോലെ ഇന്ന് ഏതാണ്ട് 70ഓളം യഹൂദ റബായിമാർ യെരുശലേമിൽ കൂടിയിരിക്കുക ചന്ദ്രനെ കാണാൻ. കൃത്യം 6 മണിക്കകം കണ്ടിട്ടില്ല, ഇന്നില്ല, നാളും നാഴികം പിതാവേ അറിയുന്നുള്ളൂ. ഒരർത്ഥത്തിൽ ഇന്ന് വൈകിട്ട് കണ്ടില്ലെങ്കിൽ നാളെ വൈകിട്ടത്തേക്ക് അവർ മാറ്റും. വിത്ത് നോ പ്രയർ നോട്ടീസ്. നാളും നാഴികയും പിതാവ് മാത്രം അറിയും. പക്ഷെ സകലതും റെഡിയാ, കലണ്ടറുകൾ റെഡിയാ. ഞാനും നിങ്ങളും റെഡിയാണോ? അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തട്ടെ. എല്ലാവരും ആ ഇരിക്കുന്ന ഇരിപ്പിൽ തങ്ങളെ ഒന്ന് ശോധന ചെയ്തിട്ട് 2 പ്രയർ സെക്ഷൻ ഇപ്പം നടക്കാൻ പോവാം. ഒന്ന്, നിങ്ങളെ തന്നെ അവരവരെ തന്നെ ഒന്ന് ശോധനയിട്ട്, കർത്താവേ കളങ്കമുണ്ടോ എനിക്ക്, കറയുണ്ടോ എനിക്ക്, ഞാൻ നാളത്തേക്ക് കാത്തിരിക്കുകയാണോ, അതോ ആമൈ ഔട്ട് റൈറ്റ്ലി സബ്മിറ്റഡ്? ആ 1-ാം പുനരുത്ഥാനത്തിൽ എനിക്ക് പങ്ക് വേണേ. ഞാൻ 2-ാം പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞില്ല, ഇതിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. കർത്താവ് എനിക്ക് അവസരം തരുമെങ്കിൽ അടുത്തൊരു ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് എടുക്കുക, അല്ലാതെ മാർഗമില്ല. തിരുവചനം അനുസരിച്ച് അങ്ങ് പോയാൽ ഒക്കും എന്ന് മാത്രം പറയുക. പക്ഷെ ഇന്ന് പോകുന്നത് പോലെ ഈസി അല്ല. സഭ മാറുന്നതോടെ പരിശുദ്ധാത്മാവ് മാറിയിരിക്കും. ഇന്ന് ചെയ്ത് തികയ്ക്കാഞ്ഞവൻ 1000 ഇരട്ടി അധ്വാനിച്ചെങ്കിലേ 1000 ഇരട്ടി വില കൊടുത്തെങ്കിൽ മാത്രമേ ആത്മാവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു വിശുദ്ധ ജീവിതം നടക്കുകയുള്ളൂ. ഇന്നാണ് സുപ്രസാദ ദിവസം. ഇതിനുവേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ നാം തയ്യാറാകുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് തരികയാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, യെരുശലേമിന്റെ തെരുവിലൂടെ കുരിശെടുത്തോണ്ട് നടന്നവൻ അന്ന് സഫർ ചെയ്തത് എന്നെ ഒന്ന് നന്നാക്കാനാണ്. താൻ മേഘാരൂഢനായി എഴുന്നള്ളി വരും. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണുന്ന ഒരു ദിവസമുണ്ട്. ഞാനതിന് തയ്യാറോ എന്ന് ഇന്ന് എന്നോട് തന്നെ ഒന്ന് ചോദിക്കുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. അല്ലെന്ന് തോന്നിയാൽ ഇവിടെ ഇരുന്നു കൊണ്ട് എഴുന്നേറ്റ പിശാചി പുറകെ കൂടും. ഇവിടെ ഇരുന്നു കൊണ്ട് അതിനൊരു ക്രമീകരണം എടുക്കാൻ തയ്യാറാകുമോ? യേശുവേ, അടിയനെ ദൈവകരങ്ങളിൽ തരുന്നു, അടിയനെ ഏൽപ്പിച്ച സഭയെ തൃക്കരങ്ങളിൽ തരുന്നു, ലോകവ്യാപകമായി ശ്രദ്ധിക്കുന്നവരെ തൃക്കരങ്ങളിൽ തരുന്നു. ഇന്ന ക്രമീകരണത്തിലേക്ക് ഞങ്ങളെ നടത്തിയാലും ദൈവം അത് ചെയ്യണേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു അത് ചെയ്യണേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സ്ഥിരമായ നിത്യമായ വീണ്ടെടുപ്പ് നടക്കുന്നതിന് മുന്നമേ ഇന്ന് ഞങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, വി ബിലീവ് യുവർ റിപ്പോർട്ട് ഗാഡ്, അങ്ങയുടെ റിപ്പോർട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടിപ്പിണരുകളാൽ സൗഖ്യമായി ഞങ്ങൾ പലതിനും പ്രാർത്ഥിച്ചു, പരാജയപ്പെട്ട് കർത്താവേ ഞങ്ങളുടെ നോട്ടത്തിൽ വിജയിച്ചില്ല. അതിൻ്റെ അർത്ഥം അങ്ങേക്ക് ശക്തിയില്ലെന്നല്ല, അങ്ങ് പ്രവർത്തിച്ചില്ല, അത് അങ്ങയുടെ കാരണത്താലാ. ഇന്ന് പകൽ ഞങ്ങൾ പിന്നെയും അടുത്തു വരികയാണ്. ഈ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു. ഇന്ന് പകൽ ഒരു ദൈവിക വിടുതൽ കൊടുക്കുവാൻ, ഇന്ന് പകൽ ഒരു ദൈവിക വിമോചനം കൊടുക്കുവാൻ, ഒരു രോഗശാന്തി കൽപ്പിക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവിടുന്ന് ഇത് ചെയ്തു വരണേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. യെരുശലേമിന്റെ തെരുവിലൂടെ കുരിശുമരം ചുമന്നുകൊണ്ട് നടന്നവൻ, കാൽവറിയിൽ കയറിപ്പോയവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്നും ജൈത്രയാത്ര നടത്തുമെന്നും ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്നതൊന്ന് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേസമയം സ്തോത്രാഴ്ച എടുക്കുന്നില്ലല്ലോ, സ്തോത്രാഴ്ച അത് കഴിഞ്ഞെടുക്കാം. അത് നടക്കുമ്പോൾ തന്നെ ഇതിനകത്ത് രോഗശാന്തി നടക്കണം. കാഹളം ഊതുന്നെങ്കിൽ കാഹളങ്ങൾ നമുക്ക് ധ്വനിപ്പിക്കാം. ഒന്നുകൂടെ ആവർത്തിക്കാം. യെരുശലേമിന്റെ സമയം ഇന്ന് വൈകിട്ട് 6 മണി. 6 മണിക്ക് അവർ 3 കണ്ടില്ലെങ്കിൽ നാളെ വൈകിട്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ദൈവത്തിന്റെ ഈ യുഗം അവസാനിക്കുകയും യഹൂദന്റെ ഈ യുഗം അവസാനിക്കുകയും അടുത്ത യുഗത്തിലേക്ക് റോഷ് ഹോശാന എന്നവർ പറയും അവർ പ്രവേശിക്കുകയും ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ സീസൺ ചേഞ്ച് ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം 6 മണിയായിരിക്കും, അത് 4 മണിയായിരിക്കും. അത് യേശു മടങ്ങി വരും. തന്റെ വചനം മാറത്തില്ല, താനത് നിവർത്തിച്ചിരിക്കും. കാഹളങ്ങൾ ധ്വനിക്കും. നിന്നെ കുറിച്ച് ഞാൻ ഓർത്തിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ പോലെ ആത്മയുദ്ധത്തിന് നടുവിൽ നിൽക്കുന്നവർ
ആഭിചാര ശക്തികളിൽ കുടുങ്ങിയവർ, പിശാചിന്റെ ദണ്ഡനങ്ങൾ അനുഭവിക്കുന്നവർ ഇന്ന് പകൽ അതിനെ ചവിട്ടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കപ്പെടുകയാ. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും മാർപ്പെട്ട് കർത്താവിനെ സ്തുതിക്കും. ദൈവസന്നിധിയിൽ ഇറ്റ് വിൽ കം ആസ് എ മെമ്മോറിയൽ. ദൈവസന്നിധിയിൽ അത് നിശ്ചയമായിട്ടും നമുക്കൊരു ഓർമ്മയ്ക്കായി ദൈവം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരു വിടുതലിനായി, അനുഗ്രഹത്തിനായി, രോഗസൗഖ്യത്തിനായി, വിശുദ്ധീകരണത്തിനായി ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ എല്ലാവരും ചേർന്ന് ആർപ്പെടുവാൻ പോകുന്നു. ഇഹത്തിലെ കഷ്ടം സാരമോ, ആനന്ദപുരത്തിലെ വാസം ഞാൻ നോക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, സ്വർഗീയ സന്തോഷമികത്തിനുള്ളിലേക്കാം, സ്വർഗീയ സന്തോഷമികത്തിനുള്ളിലേക്കാം. എന്റെ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തയാൽ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തയാൽ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നാൽ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നാൽ, കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും, കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. യേശുവിന്റെ നാമത്തിന്റെ ബലത്തിലും മഹത്വത്തിലും ഈ സമയം രോഗികൾ സൗഖ്യമാകട്ടെ. ഞങ്ങൾ യേശുവിന്റെ റിപ്പോർട്ട് വിശ്വസിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതോർ വിശ്വസിക്കും, ഞങ്ങൾ പറഞ്ഞതോർ ഏറ്റെടുക്കും. യേശുവിന്റെ അധികാരത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ആഭിചാര കെട്ടുകളെ അഴിഞ്ഞു മാറ്, അശുദ്ധ വ്യാപാരമേ മാറുന്നില്ല. ദൈവിക ജയം ജനത്തിന്റെ മേൽ നടക്കട്ടെ. തോൽക്കി കിടക്കുന്നവർ ജയിച്ചു വരട്ടെ. പ്രമോഷൻ ഇല്ലാത്തവർ ഉയർന്നു വരട്ടെ. കുഴഞ്ഞു കിടക്കുന്ന ഇടങ്ങൾ നേരെയാകാം. ശാപക്കെട്ടുകൾ ക്രൂശിൽ തകരട്ടെ. ദൈവിക ജയം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.